Hello children, so welcome to exam point. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു ദ മിസ്റ്റീരിയസ് പിക്ചർ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് എത്തി നിൽക്കുവാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തല്ല അല്ലേ? അതൊക്കെ എക്സാം പോയിന്റ് ബുക്സിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബുക്ക് റെഫർ ചെയ്ത് അറിയാൻ പറ്റും, നോക്കാൻ പറ്റും, എഴുതാനും ഒക്കെ പറ്റും. സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? അനദർ ഇൻട്രസ്റ്റിംഗ് പേരാണ് ആ ചാപ്റ്ററിൻ്റെ, ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. എന്താ അല്ലേ? കാറ്റ്സ് മാത്രമാണോ ബോയ് വരയ്ക്കുന്നേ? കാണാം, കണ്ടുപിടിക്കേണ്ടി വരും. സ്റ്റോറി വായിക്കാം, അപ്പം നമുക്ക് അറിയാൻ പറ്റും ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് മാത്രമാണ് വരക്കണേന്ന്. അപ്പോൾ ഇവിടെയും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മിസ്റ്റീരിയസ് പിക്ചറിൽ ആർട്ടിസ്റ്റിനെയാണ് കണ്ടത് ഇല്ലേ? സ്റ്റോറി ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ ടിൽ? ഓർക്കണല്ലേ ടില്ലിനാ? മറന്നുപോയോ? സോ ഫസ്റ്റ് ചാപ്റ്റർ മറന്നിട്ടല്ല നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകേണ്ടത്. എല്ലാ കാര്യങ്ങളും സ്റ്റോറി ആയിട്ട് കേട്ടിട്ടിരുന്നാൽ മിസ് പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് തന്നെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. ഇത് ചാപ്റ്റർ 2 ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് ആണ്. ഇതിലെ എല്ലാ ആക്ടിവിറ്റീസും ഈ ചാപ്റ്ററിൻ്റെ എൻഡിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ മിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും മിസ് ചെയ്തത് എക്സാം പോയിന്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, നമുക്ക് പോവാം കേട്ടോ. സോ ഇനി നമുക്ക് ഈ സ്റ്റോറി എഴുതിയത് ആരാണെന്ന് നോക്കണ്ടേ? അല്ല, കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ ആരായാലും. അപ്പം ജസ്റ്റ് നമുക്ക് ആ ഓഥറിന്റെ പേരും അയാളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. സോ ഹൂസ് ദ ഓഥർ ഓഫ് ദ സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്? കണ്ടുപിടിക്കാം. ഹസെഗവ തക്കേജിറോ. എന്താണല്ലേ പേര്? സോ ദാറ്റ് ഇസ് എ ജാപ്പനീസ് നെയിം. ഒരു ജാപ്പനീസ് നെയിമാണ്, അതുകൊണ്ടിട്ടാണ് ഹസെഗവ തക്കേജിറോ. പേരിന് വെറൈറ്റി ഉണ്ടോയെന്ന് അറിയില്ല, കാരണം അവിടെ ചിലപ്പോൾ കോമൺ ആയിരിക്കും. എന്തായാലും നമുക്ക് കേൾക്കുമ്പോൾ നല്ല വെറൈറ്റി ഉണ്ട്. സോ എന്തായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹി വാസ് ആൻ ഇന്നോവേറ്റീവ് ജാപ്പനീസ് പബ്ലിഷർ സ്പെഷ്യലൈസിംഗ് ഇൻ ബുക്സ് ഇൻ യൂറോപ്യൻ ലാംഗ്വേജസ് ഓൺ ജാപ്പനീസ് സബ്ജക്ട്. അപ്പോൾ എന്താ ചെയ്തിരുന്ന കാര്യങ്ങൾ? കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഓഥർ അല്ലാണ്ട് തന്നെ അത് ചെയ്തിരുന്നത് ഒരു ജാപ്പനീസ് പബ്ലിഷറും കൂടിയായിരുന്നു. പബ്ലിഷർ എന്ന് പറയുമ്പോൾ എന്താ? ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആള്. സ്പെഷ്യലൈസിങ് എന്തായിരുന്നു? എങ്ങനെയുള്ള ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരുന്ന? ഇൻ യൂറോപ്യൻ ലാംഗ്വേജസിലാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ എന്തിനെ കുറിച്ചായിരുന്നു? ജാപ്പനീസ് സബ്ജക്ട്സിനെ കുറിച്ചായിരുന്നു. ജാപ്പനീസിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഹി എംപ്ലോയിഡ് ലീഡിംഗ് ഫോറിൻ റെസിഡൻസ് ആസ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ അവിടെയുള്ള ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരെയാണ് ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് എംപ്ലോയ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ജോലിക്ക് വെച്ചിരുന്നത്. ആൻഡ് നോട്ടഡ് ജാപ്പനീസ് ആർട്ടിസ്റ്റ് ആസ് ഇലസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചിത്രകാരന്മാരും പടം വരക്കാനും ഒക്കെ ജാപ്പനീസ് ആർട്ടിസ്റ്റിനെ തന്നെയാണ് വെച്ചിരുന്നത്. ആൻഡ് ബിക്കേം എ ലീഡിംഗ് പെർവേയർ ഓഫ് എക്സ്പോർട്ട് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഫോർ ഫോറിൻ റെസിഡൻസ് ഇൻ ജപ്പാൻ. അങ്ങനെ അദ്ദേഹം വലിയ ബുക്കൊക്കെ വിൽക്കുന്ന വലിയ ഒരാളായി. സോ പബ്ലിഷറാണ്, പബ്ലിഷിംഗ് ബുക്സ് ആണ്, നല്ലോണം പബ്ലിഷ് ചെയ്ത് അത്യാവശ്യം പേരും കേട്ട ഒരാളാണ്. സോ അപ്പാർട്ട് ഫ്രം ദ ഓഥർ ഹി ഓൾസോ റൺ എ പബ്ലിഷിംഗ് സെക്ടർ അല്ലേ? പബ്ലിഷിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ ഓഥർ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. The boy who drew cats. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. എവിടെയാണ്? പണ്ട് അങ്ങനെയല്ലേ കഥ പറയണം? പണ്ട് എവിടെയാണ്? കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സ്മോൾ കൺട്രി വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ജപ്പാൻ എന്ന കൺട്രിയിലെ ഒരു ചെറിയ വില്ലേജിൽ there lived a poor farmer. ഒരു പാവം കൃഷിക്കാരനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. who were very good people. അവർ രണ്ടുപേരും പാവപ്പെട്ടവരായിരുന്നെങ്കിൽ കൂടി നല്ല ആളുകളായിരുന്നു എന്നാണ് സ്റ്റോറിയിൽ ഓഥർ സ്റ്റാർട്ടിങ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി കഥ നടക്കുന്നത് ജപ്പാനിൽ തന്നെയാണ്. കഥ നടക്കുന്നത് വേറെ ഏത് നാട്ടിലല്ല. ഓക്കെ, സോ കഥയിൽ പണ്ട് നടന്നൊരു കാര്യമാണ്. ഒരു പൂർ ഫാമറിൻ്റെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. they had a number of children. കുറേ മക്കളുണ്ടായിരുന്നേ. and found it very hard to feed them all. കാരണം എന്താണ്? കുറേ മക്കളുണ്ടായിരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് എ പൂവർ ഫാമർ അല്ലേ? പാവപ്പെട്ട ഒരു കൃഷിക്കാരനായിരുന്നുകൊണ്ട് തന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു കൊണ്ടിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. The eldest son was strong enough when only 14 years old to help his father. അപ്പോൾ 14 വയസ്സായപ്പോൾ തന്നെ മൂത്ത മകൻ അപ്പനെ കൃഷിസ്ഥലത്തിൽ, കൃഷിജോലിയിൽ, കൃഷിപ്പണിയിൽ സഹായിക്കാൻ തുടങ്ങി. And the little girls learned to help their mother almost as soon as they could walk. അപ്പോൾ ലിറ്റിൽ ഗേൾസ് എന്ന് മാത്രമേ പറയാനുള്ളൂ, മക്കളുടെ എണ്ണമൊന്നും എന്തായാലും സ്റ്റോറിയിൽ പറയുന്നില്ല. അപ്പോൾ ലിറ്റിൽ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2 പെൺകുട്ടികളുണ്ട്, 2എങ്കിലും ഉണ്ട് അല്ലേ എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഗേൾ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഗേൾസ് എന്നാണ്. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. നടക്കാൻ പഠിച്ചപ്പോൾ തന്നെ അമ്മനെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്
ചെറിയ പെൺകുട്ടികൾ പഠിച്ചു എന്നാണ് ഇവിടെ സ്റ്റോറിയിൽ പറയുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ അല്ലേ? ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, അപ്പോൾ വേറൊരാളും കൂടി ഉണ്ട്. യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇളയ മോനാണ്. എ ലിറ്റിൽ ബോയ് ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഒരു യങ്ങസ്റ്റ് സണ്ണുണ്ട്, ഒരു ഇളയ മോനുണ്ട്. പക്ഷേ പുള്ളിക്ക് അങ്ങോട്ട് പണിയൊന്നും എടുക്കാനുള്ള അത്രയും ഒരു ഫിറ്റായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, ഇറ്റ് ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. വലിയ കഠിനാധ്വാനമുള്ള ജോലികളൊന്നും ചെയ്യാൻ ഫിറ്റ് അല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു കോലമായിരുന്നു. കാരണം പാവപ്പെട്ട വീട്ടിലെ പിള്ളേരെയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി, എന്തായിരിക്കും അന്നൊന്നും തിന്നാൻ വേണ്ടി 4 നേരം ഒന്നും തിന്നാൻ കിട്ടില്ല, 2 നേരമൊക്കെ കിട്ടിയാലായി. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ 4 നേരം നിങ്ങളെപ്പോലെ അങ്ങനെ തിന്നാൻ കിട്ടുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. അപ്പം സോ കോലം ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹി വാസ് വെരി ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ വേറെ ബ്രദേഴ്സും ഉണ്ട് കേട്ടോ, മനസ്സിലായാലും ഇവിടെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. എന്തായിരുന്നു? ഭയങ്കര ബുദ്ധിയായിരുന്നു. ആരെക്കാളൊക്കെ? ചേട്ടന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെക്കാളും, സഹോദരനെയും സഹോദരികളെയൊക്കെ കാലുമൊക്കെ ഭയങ്കര ബുദ്ധി കൂടുതലായിരുന്നു. ആർക്ക്? ഈ യങ്ങസ്റ്റ് സണ്ണിന്. പക്ഷേ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, വീക്കായിരുന്നു, സ്മോൾ ആയിരുന്നു. അതായത് ഒട്ടും ബലമില്ലാത്ത ടൈപ്പ് ഒരു ശരീരപ്രകൃതിയായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും പറയും, നാട്ടുകാർക്ക് അങ്ങനെ ഒരു ജോലി ഉണ്ടല്ലോ ഇല്ലേ, നാട്ടുകാർക്ക് എന്താണ് എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട് അഭിപ്രായം പറയുക എന്നൊരു ജോലി കൂടി അവർക്കുണ്ട്. സോ എന്താണ് അവർ പറയണത്? ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ഒരിക്കലും വലുതാവില്ല, അത് അത്രയും ചെറിയ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ശരീരപ്രകൃതി കണ്ടിട്ട് അവർക്ക് തോന്നിയതായിരിക്കും, എന്തായാലും അവർ ആ തോന്നിയ കാര്യം പറയുന്നുണ്ട്, വലുതാവില്ല. So his parents thought it would be better for him to become a priest than to become a farmer. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു പ്രീസ്റ്റിന് ജോലികൾ കുറവാണ് അല്ലേ, കഠിനാധ്വാനങ്ങളൊന്നുമില്ല, വായോണ്ടുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പ്രീസ്റ്റ്ഹുഡൊക്കെ എന്താണെന്നറിയാലോ. സോ അതുകൊണ്ട് തന്നെ ആ പാരൻസ് വിചാരിച്ചു, എന്തുകൊണ്ട് ഈ ഇളയ മോന് അച്ഛനായിക്കൂടാ, അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരി ആയിക്കൂടാ എന്ന് വിചാരിച്ചു. കാരണം പ്രീസ്റ്റ്ഹുഡ്, ജപ്പാൻ എന്ന് പറയുമ്പോൾ കുറേ ടെമ്പിൾസ് ആണോ ഉള്ളത്. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ മണ്ണു does all these religious activity involved in religious activities എന്ന അർത്ഥത്തിലാണ്. പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പള്ളിയിൽ അച്ഛനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സോ ദാൻ ടു ബിക്കം എ ഫാമർ ആവണ്ട, ഒരു കൃഷിക്കാരനാവണ്ട, ഒരു റിലീജിയസ് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ ടെമ്പിളിൽ പോകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവർ വിചാരിച്ചത്. കാരണം എന്തായാലും ആരോഗ്യമില്ല, ദുർബലനാണ് ആള്, ഒട്ടും ആരോഗ്യമില്ല, ഭയങ്കര വീക്കല്ലേ, അതങ്ങ് വിചാരിച്ചു. സോ എന്താണ് അവർ ചെയ്തത്? They took him with them to the village temple one day and asked the good old priest who lived there if he could have the little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ അവരെന്ത് ചെയ്ത്, ഒരു ദിവസം ഈ കുട്ടീനെ, യങ്ങസ്റ്റ് സണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു ടെമ്പിളിൽ പോയി. അവിടെ ഒരു ഓൾഡ് പ്രീസ്റ്റ് വയസ്സായ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് ചെന്നിട്ട് ഈ ബോയിനെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, അക്ലൈറ്റ് ആക്കോ. അക്കോലൈറ്റ് എന്ന് പറഞ്ഞാൽ ശിഷ്യനാക്കോ എന്നാണ് അർത്ഥം, ഡിസൈപ്പിൾ ആക്കോ എന്ന് ചോദിച്ചു. ആൻഡ് ടീച്ചും എല്ലാം, ഒരു പ്രീസ്റ്റ് പഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സോ മനസ്സിലായല്ലോ, കഥയിൽ ഇത്രയുമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഒരു ഫാമർ ഉണ്ടായിരുന്നു, അയാളുടെ വൈഫുണ്ട്, അവർക്ക് കുറേ മക്കളുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ അവർ പാവപ്പെട്ടവരായിരുന്നു, കൊണ്ടിട്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. മൂത്ത മോൻ 14 വയസ്സായപ്പോൾ തന്നെ പാരന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി. പെൺമക്കളാണെങ്കിലും നടക്കാൻ തുടങ്ങിയ കാലം തുടങ്ങിയ തെറ്റി മദറിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. പക്ഷെ ഇളയാള് മാത്രം ഒട്ടും ആരോഗ്യമില്ലാത്ത അൺഹെൽത്തി പോലത്തെ ഒരു പ്രകൃതം ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചു വലുതാവില്ല. സോ ലെറ്റ് ഹിം ബിക്കം എ പ്രീസ്റ്റ്. അങ്ങനെ അവർ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നു. ഇതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. മനസ്സിലായല്ലോ? ഇത്രയും ഭാഗത്ത് ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ അഡ്വൈസ് ഒക്കെ കിട്ടി. ഇനി കുട്ടി എന്താ ചെയ്യാൻ പോണേ നോക്കാം. വീട്ടിലോട്ട് തിരിച്ചാണോ അതോ വേറെ എന്താണ്, ആർട്ടിസ്റ്റ് ആവാനാണോ പോണം, പ്രീസ്റ്റ് ആവാനാണോ പോണം, എന്താണ് കുട്ടിയുടെ ഉദ്ദേശം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. The boy did not know what the priest meant by saying avoid large places, keep too small. കുട്ടിക്ക് എന്താണ് പ്രീസ്റ്റ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലായതേ ഇല്ല. ഹി തോട്ട് ആൻഡ് തോട്ട്, കുറേ ചിന്തിച്ചു, കുറേ 2 പ്രാവശ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, 2-3 പ്രാവശ്യം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യണേ? നിങ്ങൾക്കൊരു കാര്യം ഇപ്പം പറഞ്ഞിട്ട് മനസ്സിലായില്ല, എന്ത് ചെയ്യും നിങ്ങൾ? 2-3 പ്രാവശ്യമൊക്കെ ചിന്തിക്കും, പിന്നെ ആരോടെങ്കിലും ഒക്കെ ചോദിക്കും അല്ലേ, എന്തായിരിക്കും ഇവിടെ പറഞ്ഞത്, ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കൂലേ. സോ വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്, അധികം സാധനമായ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല, കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്, അത്
ടൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഓർത്തുകൊണ്ടിരിക്കുക ടു ഗോ അവേ. ഓക്കെ, പോവാണ്, എന്തായാലും പോവാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ലാസ്റ്റ് ക്ഷമ നശിച്ച് പറഞ്ഞതാ പോകാൻ. അപ്പോൾ പോവാതെ നിവർത്തിയില്ല, പോവുക തന്നെ വേണം. ബട്ട് ഈ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. പക്ഷെ ഈ ബണ്ടിൽ ടൈ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ അപ്പോഴൊന്നും കുട്ടിക്ക് മനസ്സിലായതേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. പേടിയായി. എന്തുകൊണ്ടാ? അത്രയും നാള് നല്ല ക്ഷമയോടെ നിന്ന ആള് പെട്ടെന്ന് എന്താ ദേഷ്യത്തോടെ ആയിരിക്കണമല്ലോ, സിവിയർലി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കാം. അപ്പോൾ ഒരു ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ദേഷ്യത്തോടെയാണ് ഇവിടുന്ന് പോകാൻ പറഞ്ഞേക്കണം. സോ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ, അല്ല എനിക്കത് മനസ്സിലായില്ലോ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രീസ്റ്റിനോട് ചോദിക്കാൻ ആൾക്ക് പേടിയായി. ഈ കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞേ? ക്ലെവർ ആയിരുന്നില്ലേ? നല്ല ക്ലെവർ ആയിരുന്നു. പക്ഷെ എന്നിട്ടും കുട്ടിക്ക് ആ പറഞ്ഞ അർത്ഥം ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നാണ് ഓദർ ഇവിടെ പറയുന്നത്. സോ പക്ഷെ എന്ത് പറഞ്ഞു? എക്സെപ്റ്റ് സേ ഗുഡ് ബൈ. അപ്പൊ വേറെ ഒന്നും പറഞ്ഞില്ല, ഗുഡ് ബൈ പറഞ്ഞിട്ട് കുട്ടി പോയി. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. ഭയങ്കര വിഷമത്തോടെയാണ് ടെമ്പിൾ വിട്ടത്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. ഇനി എന്ത് ചെയ്യും? വാട്ട് ഹി ഷുഡ് ഡു, ദാറ്റ് വാസ് ദ തിങ് ഹി ഹാഡ് ഇൻ ഹിസ് മൈൻഡ്. അല്ലേ? കാരണം എന്താണ്? വീട്ടിൽ നിവൃത്തിയില്ല. ഒരു കുട്ടീനെയും കൂടി അഫോർഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അവർക്കില്ലാത്തത് കൊണ്ടിട്ടാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കണത്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ പറഞ്ഞു വിടുകയാണ്, ഇനി എങ്ങോട്ട് എന്നുള്ളത് അറിയില്ല. ഇഫ് ഹി വെന്റ് സ്ട്രേറ്റ് ഹോം he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. ഇവിടെ നിന്ന് നേരിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്തായിരിക്കും സംഭവിക്കുക? കുട്ടിക്ക് ഉറപ്പായിരുന്നു കുട്ടിയുടെ അച്ഛൻ കുട്ടീനെ ചീത്ത പറയും. കാരണം എന്താണ്? ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞു വിടുക എന്ന് പറയണത് മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴാണ്, ഇല്ലേ? ഡിസൊബീഡിയന്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ പ്രീസ്റ്റിന് അനുസരിക്കാത്തതിന് എന്തായാലും വഴക്ക് പറയും. അതുകൊണ്ട് വഴക്ക് പറയില്ല, പണിഷ്യം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പണിഷ്മെന്റും കിട്ടും. അതുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പേടിയായിരുന്നു. All at once he remembered that at the next village 12 miles away there was a very big temple. പെട്ടെന്ന് കുട്ടിക്ക് ഓർമ്മ വന്ന് കുറച്ചു ദൂരെ ഒരു 12 മൈലുകൾക്കപ്പുറം അടുത്ത വില്ലേജിൽ, ഇവരുടെ വില്ലേജിലല്ല, അടുത്ത വില്ലേജിൽ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. അപ്പൊ ഇതിനേക്കാൾ വലുതാണ് എന്താണെങ്കിലും, അല്ലെ? ഈ ടെമ്പിളിന് ഒരിക്കലും വലുതാന്ന് പറഞ്ഞിട്ടുള്ള there was a big temple, there is a big temple. അതുകൊണ്ട് ആ ടെമ്പിളിൽ പോയാലോ എന്നായിരിക്കും അടുത്ത ആലോചന, അല്ലെ? He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for the occult. അപ്പോൾ കുട്ടി തീരുമാനിച്ചു, എന്തായാലും വീട്ടിൽ പോകുന്ന ഓപ്ഷൻ ഒന്നുമില്ല എനിക്ക്. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് വന്നാലും അച്ഛൻ്റെ ചീത്ത വെക്കും. അതിലും നല്ലത് ഞാൻ ആ വില്ലേജിൽ പോയിട്ട്, ആ വലിയൊരു അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ പ്രീസ്റ്റിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്നെ നിങ്ങളുടെ ശിഷ്യനാക്കോ എന്ന് ചോദിക്കാം. കാരണം അവിടെ അതൊരു വലിയ ടെമ്പിളാണ്, അവിടെ അപ്പോൾ കുറേ പ്രീസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ശിഷ്യന്റെ ഒരു ആവശ്യം എന്തായാലും ഉണ്ടാവുമായിരിക്കും എന്നുള്ളത് ചിന്തിച്ച് റിക്വസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ആള് പോവാണേ. Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ഒരു അപകടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അപകടം? ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആ ബിഗ് ടെമ്പിൾ ഇപ്പൊ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ബട്ട് കുട്ടിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. കുട്ടി അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. കുട്ടിക്ക് അത് ക്ലോസ് ചെയ്തേക്കാണോ ഓപ്പൺ ചെയ്തേക്കാണോ, ഇപ്പൊ അവിടെ എന്തെങ്കിലും റിലീജിയസ് തിങ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ, റിലീജിയസ് പ്രോഗ്രാംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, സെറമണീസ് നടക്കണുണ്ടോ, ഒന്നും കുട്ടിക്ക് അറിയില്ലായിരുന്നു. കുട്ടി അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. എന്തുകൊണ്ടാണ് അമ്പലം പൂട്ടിയത്? Why? What is the problem? അവിടെ ഒരു വലിയൊരു ഗോബ്ലിൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ഫ്രൈറ്റ്. ആ ഗോബ്ലിൻ എന്ന് പറയുന്നത് ഒരു ഭീകര ജീവി, ഒരു വലിയ ജീവി, എന്താ പറയാ, ഒരു ഭയാനക രൂപത്തിലുള്ള ജീവിയൊക്കെയാണ് ഗോബ്ലിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ദ റീസൺ വാസ് ഇറ്റ് വാസ് ക്ലോസ്ഡ് അപ്പ്. അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ട്. ആ ഗോബ്ലിൻ ഈ പ്രീസ്റ്റിനെയൊക്കെ പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് പേടിപ്പിച്ചത് കൊണ്ടിട്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന്. സോ അമ്പലം ആരുടെ സ്വന്തമായി? അമ്പലം ഗോബ്ലിന്റെ സ്വന്തമായി. അമ്പലത്തിലെ കാര്യങ്ങളും ചെയ്യാനൊന്നും അവിടെ ആളില്ല. അതുകൊണ്ട് തന്നെ അമ്പലം പൂട്ടിപ്പോയായിരുന്നു. Some brave warriors had afterward gone to that temple at night to kill the goblin, but then they had never been seen alive again. കുറേ വാരിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ധീര ആൾക്കാരും ധൈര്യശാലികളും ഒക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ കൂടി ഈ ഗോബ്ലിനെ കൊല്ലാം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട് ആ അമ്പലത്തിൽ. പക്ഷേ അവരെ ആരും പിന്നീട് ജീവനോടെ കണ്ടിട്ടില്ല എന്നാണ് പറയണത്.
ഓക്കെ, ഭയങ്കര ധൈര്യശാലികളായിരുന്നു. അവർ ഗോബ്ലിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. സോ ബട്ട് they were never seen alive again എന്നാണ് പറയുന്നത്. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ കുട്ടി പോകുന്നത്. ഈ ബോയ് എന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ വില്ലേജിൽ വലിയൊരു അമ്പലം ഉണ്ടെന്ന് മാത്രം അറിയാം, കുറേ പ്രീസ്റ്റ് അവിടെ ഉണ്ടെന്ന് അറിയാം. ഇപ്പം ആ അമ്പലം പൂട്ടിക്കിടക്കണയാണെന്നോ അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ടെന്നോ ഒരു പരിപാടി അവിടെ നടക്കണില്ലെന്നോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലപ്പെടുമെന്നോ ഒന്നും അറിയില്ല. ഇതൊന്നും അറിയാതെ കുട്ടി പോവുകയാണ് അമ്പലത്തിലോട്ട്, പുതിയ സ്ഥലത്തിലോട്ട്. എന്താണ് പ്രതീക്ഷ? അവരെന്നെ അവിടുത്തെ ശിഷ്യനാക്കും. സോ ദാറ്റ് ഇസ് ദ തിങ്. കൈൻഡ്ലി ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ട്രീറ്റ് കൊടുക്കാന്നല്ലല്ലോ, ബിക്കോസ് ഹി വോണ്ട് ബി ആൻ അക്യുലേറ്റ്. വീട്ടിൽ പോകാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ശിഷ്യനാവുക, അത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് പോണത്. When he got to the village, it was already dark, and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പോൾ നടന്നാണല്ലോ പോണേ, ബസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടി നടന്ന് വില്ലേജിലെത്തിയപ്പോഴേക്കും ഇരുട്ടായപ്പോൾ എല്ലാ വില്ലേജേഴ്സും എല്ലാ പീപ്പിൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും എന്തായി? ഉറക്കത്തിലായി. പക്ഷേ ഈ ബിഗ് ടെമ്പിളിൽ എന്തുണ്ടായി? ഒരു ഹില്ലിൻ്റെ പുറത്താണ് ഈ ബിഗ് ടെമ്പിൾ ഉള്ളത്. അവിടെ ഒരു പ്രിൻസിപ്പൽ സ്ട്രീറ്റിൻ്റെ അടുത്ത് അവിടെ ഒരു ലൈറ്റ് കുട്ടി കണ്ടു. എന്താ കണ്ടത് കുട്ടി? ഹി സോ ദർ വാസ് ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. ടെമ്പിളിൽ ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. People who tell the story say that Goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഉള്ളത്, അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈറ്റ് ഉള്ളത് ഗോബ്ലിന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെംപ്റ്റ് ചെയ്യാൻ, പ്രലോഭിപ്പിക്കാൻ. ജനങ്ങൾ ഇപ്പോൾ ഒറ്റക്കൊക്കെ പോകുന്ന യാത്രക്കാരാകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്നും എങ്ങനെയെങ്കിലും എനിക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലമാവുമല്ലോ. സോ ആ ഒരു ടെംപ്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ അവിടെ ടെമ്പിൾ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ, ടെമ്പിളിൽ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ലൈറ്റ് ഓഫ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ചോദിച്ചു വരില്ല. സോ ജനങ്ങൾ അവിടെ സംസാരിച്ചിരുന്നതെന്ന് വെച്ചാൽ അവരുടെ സംസാര വിഷയം ഇതായിരുന്നു. ആ ഗോബ്ലിൻ തന്നെയാണ് അങ്ങനെ ഒരു ലൈറ്റ് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം. എന്തിനായിരുന്നു? ജനങ്ങളെ ആകർഷിക്കാൻ. ആരെയായിരുന്നു? ലോൺലി സ്ട്രേഞ്ചേഴ്സ്, ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി. ട്രാവലേഴ്സ് ആണല്ലോ. ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സ്ഥലം, ട്രാവലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഓൾ ഇന്ത്യ കറങ്ങാൻ പോണ ആൾക്കാരാണെങ്കിൽ ഇപ്പം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞ് കോയമ്പത്തൂരിൽ അവിടെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റേ വേണം. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുക? വല്ല ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യും. ഈ ബോയ്ക്കും അതുപോലെയുള്ള വന്ന ട്രാവലേഴ്സിനും സ്ഥലം വേണ്ടേ? സോ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. സോ എന്തായാലും കുട്ടി വെളിച്ചം കണ്ട് കുട്ടി പോവാണ്. ദ ബോയ് വെന്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് കൊട്ടി, ഡും കൊട്ടിയിട്ട് എന്താ വെച്ചാൽ ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അകത്തുനിന്ന് ആളും ഇല്ല, ഒച്ചയില്ല, കൊട്ടലോ അത്രേ ഉള്ളൂ ഇവിടെ പുറത്തുനിന്ന്. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ ബട്ട് സ്റ്റിൽ നോബഡി കെയിം. കുറേ നേരം കുട്ടി വിളിച്ചിട്ടും ആരും വന്നില്ല. അപ്പോൾ കുട്ടി നോക്ക് ചെയ്ത് അവിടെ നിൽക്കുവാണ്, ആരും വന്നിട്ടില്ല. അറ്റ് ലാസ്റ്റ് ക്ഷമയൊക്കെ നശിച്ചിട്ടോ. അറ്റ് ലാസ്റ്റ് ഹി പുഷ് ജെന്റ്ലി അറ്റ് ദ ഡോർ. ഡോറിലൊന്ന് പതുക്കെ ഒന്ന് തട്ടി നോക്കി. ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇട്ട് മുട്ടിയിട്ട് ആരും വന്നില്ല. അപ്പം നമ്മൾ ഡോറൊന്ന് തട്ടി നോക്കുവാണ്. ഡോർ തട്ടി നോക്കുമ്പോൾ എന്ത് പറ്റി? ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. തട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഡോർ തുറന്നു. അപ്പം കുട്ടിക്ക് സന്തോഷമായി അല്ലേ? നമുക്ക് സന്തോഷമായി. അകത്ത് ആരെങ്കിലും ഉറങ്ങണായിരിക്കും, മേ ബി രാത്രി ആയാലും എന്തായാലും ഇപ്പം ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ച് കുട്ടിക്ക് സന്തോഷം. എന്തായാലും രാത്രി കിടക്കാൻ എന്തായാലും ഒരു സ്ഥലമായല്ലോ ഇല്ലേ? എവിടെ കിടക്കും? അല്ലെങ്കിൽ രാത്രി അറിയാത്ത വില്ലേജ്, ആരെയും അറിയില്ല, ആ വില്ലേജിൽ തന്നെ പുതിയൊരാളാണ്. അപ്പോൾ സോ ഹി വാസ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ് എന്നാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വെന്റ് ഇൻ ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രീസ്റ്റിനെ ഒന്നും കുട്ടി കണ്ടില്ല. പ്രീസ്റ്റ് ഉണ്ടോ അവിടെ കാണാൻ? ഇല്ലല്ലേ, പ്രീസ്റ്റ് ഇല്ല. പക്ഷെ കുട്ടിക്ക് അറിയില്ല. സോ നമുക്ക് കണ്ടുപിടിക്കാം. He thought some priest would be sure to come very soon and he sat down and waited. അപ്പോൾ അവിടെ ലൈറ്റ് കത്തിച്ച് വെച്ചേക്കണോണ്ട് തന്നെ കുട്ടിക്കൊരു പ്രതീക്ഷ വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് ആ വഴി വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടി വെയിറ്റ് ചെയ്തു, അവിടെ താഴെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ചേ. Then he soon noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അപ്പോൾ അവിടെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്, ടെമ്പിളിൽ ഇരിക്കുകയാണ്. ഇപ്പം ടെമ്പിളിൽ താഴെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കുട്ടി എല്ലാം ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? എല്ലാ സ്ഥലത്തും
നല്ല പൊടിയാ, ഗ്രേ വിത്ത് ഡസ്റ്റ്. ഒരു സ്ഥലം പൊടി നിറച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ പൊടിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പിന്നെ എന്തായിരുന്നു, സ്പൺ വിത്ത് കോബ്വെബ്സ് എന്നാണ്. ചെലന്തി വല കൊണ്ട് മൂടപ്പെട്ടതായിട്ടാണ് ഓരോ സ്ഥലങ്ങളും കുട്ടി കണ്ടത്. ഓക്കെ, സോ he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ കുട്ടിക്ക് തോന്നി, എന്തായാലും ഇത്രയും വൃത്തികേടായിട്ട് സൂക്ഷിക്കുന്ന ടെമ്പിളാണ്, കാരണം കുട്ടി ഇത്രയും നാൾ ജീവിച്ചിരുന്ന ടെമ്പിൾ വേണമെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, അല്ലെങ്കിലും ടെമ്പിളൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. സോ കുട്ടി വിചാരിക്കും, ഇവിടെ എന്തായാലും ഒരു ശിഷ്യന്റെ ആവശ്യം ഇവർക്കുണ്ട്, കാരണം ടെമ്പിൾ ക്ലീൻ ആക്കെങ്കിലും ഒക്കെ വേണ്ടേ, പഠിത്തം മാത്രമല്ലല്ലോ ജോലി, എല്ലാ ജോലികളും ചെയ്യണ്ടേ അല്ലേ. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screen good to paint cats upon. അപ്പോൾ കുട്ടി ആലോചിച്ച്, എന്നാലും ഇവർ ഇതെന്തിനായിരിക്കുമല്ലേ ഇങ്ങനെ അഴുക്കാക്കാനും പൊടിയാക്കാനും ഒക്കെ സമ്മതിച്ചത്, മീൻസ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ പൊടിയാവില്ലല്ലോ. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ച്, പക്ഷേ അപ്പം തന്നെ ശ്രദ്ധയൊക്കെ മാറി. എന്തായിരുന്നു, അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു, കുറേ ബിഗ് വൈറ്റ് സ്ക്രീൻസ് കണ്ടു, കുറേ വെളുത്ത സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ അത് കണ്ടു. അവിടെ പെയിന്റ് അടിക്കാം. ആരെയാണ് പെയിന്റ് അടിക്കാൻ പോണേ? ഗുഡ് ടു പെയിന്റ് കാറ്റ്സ് അപ്പോൺ. കാറ്റിനെ വരച്ചിട്ട് പെയിന്റ് അടിക്കാനുള്ള സ്ഥലം അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആള് ഭയങ്കര ഹാപ്പിയായി. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. ആള് ടയേർഡാണ്, നടന്ന് കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ രാത്രിയായി. പക്ഷേ എന്നിട്ടും അപ്പം തന്നെ ഇത് വൈറ്റ് സ്ക്രീൻ കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റിംഗ് ബോക്സ് എന്തെങ്കിലും ഉണ്ടാവില്ല, പെന്നൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് അതിൽ ഇങ്കൊക്കെ നിറച്ച് പൂച്ചനെ വരക്കാൻ തുടങ്ങി. ദ സെയിം തിങ് അല്ലേ, ഇവിടെയും ഒരു വ്യത്യാസമില്ല, ആള് പൂച്ചനെ വരക്കാൻ പോണേണ്. സോ he began to paint cats. He painted a great many cats upon the screens and then he began to feel very very sleepy. അപ്പം പറ്റാവുന്ന അത്രയും കാറ്റിനെ വരച്ചു. കുറേ കാറ്റിനെ വരച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു, ഭയങ്കര ടയർഡല്ലേ. സോ he felt sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, avoid large places, keep too small. ഓർക്കണ്ടോ അഡ്വൈസ്? ആരാ പറഞ്ഞത്? ദ ഓൾഡ് പ്രീസ്റ്റ് അല്ലേ, നേരത്തെ ടെമ്പിളിലെ പ്രീസ്റ്റ്, വില്ലേജിലെ ടെമ്പിളിലെ പ്രീസ്റ്റ് എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ആള് നല്ല ടയേർഡായി, ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചപ്പോഴാണ്, കിടന്നുറങ്ങാൻ പോകണമായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത്, എന്നോട് പ്രീസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായല്ലോ വലിയ വലിയ സ്ഥലങ്ങളിൽ അവോയ്ഡ് ചെയ്യണം, കീപ് ടു സ്മോൾ, സ്മോൾ സ്ഥലങ്ങളിലോട്ട് പോകണം, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക അല്ലേ. The temple was very large. He was all alone. ടെമ്പിൾ ആണെങ്കിലോ ഭയങ്കര വലുതും, ടെമ്പിളിൽ ആരുണ്ടായിരുന്നു? ഒറ്റക്കായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, ഈ പറഞ്ഞേക്കുന്ന അഡ്വൈസ് ഇങ്ങനെ ഓർക്കും, ഈ ടെമ്പിളിൻ്റെ ഒറ്റക്കായ ഇതും എല്ലാം കൂടി ആവുമ്പോൾ മൊത്തത്തിൽ എന്തായിരിക്കും ആ ഒരു ഇമ്പാക്റ്റ്? നല്ല ഇമ്പാക്റ്റ് അല്ലേ? കിടന്ന് നോക്കിയിട്ടുണ്ടോ ഒറ്റക്ക് എവിടെയെങ്കിലും? ഇല്ലല്ലോ, ചാൻസ് ഇല്ല. എന്തായാലും 8th സ്റ്റാൻഡേർഡിലല്ലേ ആയുള്ളൂ. സോ യു വിൽ ഗെറ്റ് യുവർ ചാൻസ് വെൻ യു ഗോ സംവെയർ അല്ലേ, അപ്പോഴല്ലേ നമ്മളിങ്ങനെ ഒറ്റക്കൊക്കെ ആവുള്ളൂ. അതുവരെ നമുക്ക് എന്തായാലും പാരൻസും സിബ്ലിങ്സും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. സോ ഇവിടെ കുട്ടിയും ഈ സമയത്ത് കുട്ടിക്ക് ടെൻഷനായി, പേടിയായി. ആ ആംബിയൻസ് പിന്നെ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ് എല്ലാം കൂടി ആയപ്പോൾ മൊത്തത്തിൽ ഫ്രൈറ്റൻഡായി. അത് എന്തായാലും മനസ്സിലായിട്ടില്ല എന്താ സംഭവം ഇപ്പോഴാൾക്ക്. പക്ഷേ ഈ ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം ലിറ്റിൽ അഫ്രേഡ്. ആദ്യമായിട്ട് കുട്ടിക്ക് പേടിയായി. ഇത്രയും നാൾ പേടിയൊന്നും ആൾക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഈ സിറ്റുവേഷനിൽ ആ മൊത്തത്തിൽ ആ ഒറ്റപ്പെട്ട സിറ്റുവേഷനും ആംബിയൻസും വേർഡ്സും എല്ലാം കൂടി ആയപ്പോൾ ആൾക്ക് നല്ല പേടിയായി. ആൻഡ് ഈ റീസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ ഇതെങ്ങനെ സൊല്യൂഷൻ, ഇതിനെന്താ സൊല്യൂഷൻ എന്ന് വിചാരിച്ച് പുള്ളി എന്താ ചെയ്തത്? ഒരു സ്മോൾ പ്ലേസ്, എവിടെയാണ് ഒരു സ്മോൾ പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കി. സ്മോൾ പ്ലേസ് വിച്ച് ടു സ്ലീപ്പ് ഇൻ വിച്ച് ടു, അവിടെ ഒരു അത്രയും വലിയ ടെമ്പിളിൽ ഓപ്പൺ ആയിട്ട് കിടന്നുറങ്ങാൻ എന്തായാലും കുട്ടിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഒരു സ്മോൾ പ്ലേസ് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. ഒരു ക്യാബിനറ്റ് കണ്ട്. ആ ക്യാബിനറ്റിന് എന്തുണ്ടായിരുന്നു? ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ടായിരുന്നു. സ്ലൈഡിങ് ഡോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ നീട്ടി പോകുന്ന ഡോർ. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ പോയി അതിൽ ഷട്ട് ഹിംസെൽഫ് അപ്പ്, അതിൽ സ്വയം അടച്ചു പൂട്ടി. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്. കിടന്നുറങ്ങിപ്പോയി.
ക്ഷീണമല്ലേ, അപ്പൊ തന്നെ ഉറങ്ങൂലേ? ക്ഷീണമാണെങ്കിൽ ഉറങ്ങും അല്ലേ? അപ്പൊ എന്ത് പറ്റി? വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്, കുറേ രാത്രി ആയിട്ടോ, മേ ബി പാതിരാത്രി ആയിരിക്കും. He was awakened by a most terrible noise, a noise of fighting and screaming. എന്താ സ്ക്രീമിങ്? അലർച്ച അല്ലേ? പേടിപ്പെടുത്തുന്ന ഭയാനകമായ കുറെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എപ്പോഴാ? വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്. അപ്പൊ ആ ഒച്ചയാനക്കവും ബഹളം, സ്ക്രീമിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, മിസ് ഇപ്പോൾ സ്ക്രീം ചെയ്യണില്ല, നിങ്ങൾ പേടിച്ചോ. അപ്പോൾ ആ സ്ക്രീമിങ്ങിന്റെ സൗണ്ടൊക്കെ കേട്ട് ആള് എണീറ്റ്. ഉറക്കത്തിൽ നിന്ന് ആരായാലും എണീക്കും, അത്രയും ബോധം കിട്ടുന്ന ആരും ഉറങ്ങൂലല്ലോ. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, ഭയങ്കര ഭയാനകമായിരുന്നു. ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫറൈറ്റ്. അപ്പം എന്താ, ഈ ക്യാബിനറ്റിൻ്റെ, ഈ സ്ലൈഡിങ് ഡോറിൻ്റെയൊക്കെ ക്യാബിനറ്റ് എന്നൊക്കെ മിക്ക ഡോറിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ചിങ്ക് ഉണ്ടാവും. ചിങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വാരം പോലെ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക് അതിൽ കൂടെ ലൈറ്റൊക്കെ കാണാൻ. അപ്പം അതിൽ കൂടി പോലും നോക്കാൻ ബോയ്ക്ക് പേടിയായിരുന്നു, ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണെങ്കിലും സെയിം, നമുക്കും പേടിയാവില്ലേ? മിസ്സിനെ പേടിയാകും. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം രാത്രി എന്താണ് ഭയാനകമായ കുറേ ശബ്ദങ്ങൾ കേൾക്കണം, അല്ലാതെ ആരും വിളിക്കണ ശബ്ദമൊന്നും അല്ല. ഫൈറ്റിങ് എന്താണ്, ടെറിബിൾ സൗണ്ട്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. ഇടിപിടിക്കുന്നു, ഒച്ചെടുക്കുന്നു, അലർച്ച, ബഹളം, ആകെ കൂടി നല്ല പുകില്. അപ്പൊ അത് കേട്ടിട്ട് ആരായാലും ഒന്ന് പേടിക്കും അല്ലേ? അത് അങ്ങനെ ഒരു സൗണ്ടാണ് കേട്ടത് കേട്ടോ. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. എന്തായിരുന്നു? അവിടെ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു ബേൺ ചെയ്തുകൊണ്ടിരുന്ന. ആ ലാമ്പ് കെട്ടുപോയി. സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക, കാണുക, മനസ്സിൽ കാണുക കേട്ടോ. ദ ലാമ്പ് വാസ് ഔട്ട്, ദ ലൈറ്റ് വാസ് ഔട്ട്. പിന്നെന്താണ്? പക്ഷേ അപ്പോഴും ആ ഭയാനക സൗണ്ട് അവിടെ തന്നെ ഉണ്ടായി. ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ്, കൂടുതൽ, ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ, കൂടുതൽ ഭയാനകമായി കൊണ്ടേ ഇരുന്നുള്ളൂ സൗണ്ട്. ഓൾ ദ ടെമ്പിൾ ഷുക്ക്. ടെമ്പിൾ ഷുക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ അമ്പലം മുഴുവൻ ഞെട്ടി വിറച്ചു കുലുങ്ങി എന്നൊക്കെ പറയൂലേ, അതാണ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. കുറേ നേരം കഴിഞ്ഞപ്പോ എന്തായി? സൗണ്ടൊന്നുമില്ല, കംപ്ലീറ്റ് സൈലൻസ് അല്ലേ? അത്രയും നേരം ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഇപ്പൊ ടെമ്പിളിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്താ? എന്തെങ്കിലും ഒരു സാധനം താഴെ വീണാൽ കേൾക്കാം, അത്രയും സൈലൻസ് ആയി. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രെയ്ഡ് ടു മൂവ്. പക്ഷെ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പേടിയായി. ഇത്രയും നേരം സൗണ്ടായിരുന്നു, പെട്ടെന്നില്ല നിൽക്കുക. പക്ഷെ കുട്ടിക്ക് പേടിയാണേ. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അപ്പം രാവിലെ വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം വന്നതും ഒരു ലൈറ്റിൻ്റെ വെളിച്ചം വന്നതും ഒക്കെ നമുക്ക് നന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും, വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ സൂര്യൻ്റെ പ്രഭാത കിരണങ്ങൾ ഇങ്ങനെ വരുന്ന വരെ കുട്ടി പുറത്തോട്ടൊന്നും വന്നില്ല കേട്ടോ. കുട്ടി അവിടെ തന്നെ അനങ്ങാതിരുന്നു. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. ആ ലിറ്റിൽ ഡോറിലെ കുറേ ചെറിയൊരു ഗ്യാപ്പും ഒക്കെ കൂടി ഈ സൺലൈറ്റ് ഇങ്ങനെ കടന്നു വന്നവരെ കുട്ടി പുറത്തോട്ട് ഇറങ്ങാൻ മുതിർന്നില്ല. Then he got out of his hiding place very cautiously and looked about. അപ്പം എങ്ങനെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക? പിന്നെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി കുട്ടി. എന്നിട്ട് എല്ലാവരും ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ച്. കോഷ്യസ്ലി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം. കാരണം എന്താ? ഇല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട സ്ഥലത്താണ്, ഒറ്റക്കാണ് നിൽക്കുന്നത്. ഇപ്പോഴും രാവിലെ ആയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, സൗണ്ടും ഇല്ല അല്ലേ? സൗണ്ടില്ല, സൗണ്ടൊക്കെ പോയി. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. അപ്പോൾ ചുറ്റുപാടും ഒന്ന് നോക്കുക. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദാറ്റ് all the floor of the temple was covered with blood. അപ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്താ? ടെമ്പിളിൻ്റെ ഫ്ലോറിൽ ഫുള്ള് ബ്ലഡാ, covered with blood. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അപ്പോൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? ഒരു ടെമ്പിള് ഫുള്ള് ബ്ലഡാ, ടെമ്പിൾ ഈസ് കവേർഡ് വിത്ത് ബ്ലഡ്. അതാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഡെഡ് ബോഡി കണ്ടു. എന്തായിരുന്നു ആ ഡെഡ് ബോഡി? മിഡിൽ ഓഫ് ദ ടെമ്പിളിലുണ്ടായിരുന്നു ഒരു എനോമസ്. വാട്ട് ഇസ് എനോമസ്? എനോമസ് എന്താ? ബിഗ് അല്ലേ? വളരെ വലുത്. എനോമസ് ബിഗ് ആണ്. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന, എന്താണ്? ഭയാനകമായ, ഭീകരല്ല, ഭയാനകമായ. ഓക്കെ, എനോമസ് മോൺസ്ട്രസ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ്. അതായിരുന്നു നമ്മുടെ കഥയിലെ വില്ലൻ, എ ഗോബ്ലിൻ റാറ്റ് ബിഗർ ദാൻ എ കൗ. കണ്ടോ?
പശുവിനേക്കാൾ വലിയ റാറ്റിനെ കണ്ടിട്ടുണ്ടോ? സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് വാസ് കോൾഡ് ഗോബ്ലിൻ റാറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് അത് എന്തായിരുന്നു, ബിഗ്ഗർ ദാൻ എ കൗ. അതിന്റെ എന്താ കണ്ടത്? ഡെഡ് ബോഡി. സോ ഹി വാസ് ഡെഡ്. പോയല്ല, ദ ഗോബ്ലിൻ റാറ്റ് വാസ് ഡെഡ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? എന്തായിരിക്കും കൊന്നത്? There was no man or other creature to be seen. ആരുമില്ല അവിടെ, ഒരു മനുഷ്യനില്ല, വേറെ ഒരു ജീവനെയും കുട്ടി കണ്ടില്ല. അപ്പൊ ആരായിരിക്കും കൊന്നത്? Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. തലേ ദിവസം കുട്ടി വരച്ച കുറെ പൂച്ചയുടെ പടമില്ലേ, ആ പടത്തിലേക്ക് നോക്കിയപ്പോൾ ആ പടത്തിന്റെ ചുണ്ടിലൊക്കെ എന്താണ്, വായയിലൊക്കെ ബ്ലഡും നനഞ്ഞ്, ബ്ലഡ് എന്ന് പറയുമ്പോൾ ഉണങ്ങിയിട്ടില്ല, ആ ബ്ലഡിന്റെ നനവും ആ ചോരയുടെ കളറും ഒക്കെ ആരുടെ മേത്തുള്ള ക്യാറ്റാണ് കേട്ടോ, പടം വരച്ച ക്യാറ്റിന്റെ ഇതില്. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ആരാ കൊന്നത്, ആരാ ഗോബ്ലിൻ റാറ്റിനെ കൊന്നത്, ആരാ? The cats which the boy had drawn. അല്ലേ, കുട്ടി വരച്ച പൂച്ചകളാണ് ഗോബ്ലിൻ റാറ്റിനെ കൊന്നേ. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep too small. അപ്പോൾ ആദ്യമായിട്ട് കുട്ടിക്ക് മനസ്സിലായി എന്ത്, പ്രീസ്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പ്രീസ്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ, വലിയ വലിയ സ്ഥലങ്ങളിൽ ഒറ്റക്കൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപകടം വരാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ചെറിയ സ്ഥലങ്ങളിലായിരിക്കുക എന്നാണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥവും ആർക്ക് മനസ്സിലായി? നമ്മുടെ കുട്ടിക്ക് മനസ്സിലായി. Afterwards, the boy became a very famous artist. Some of the cats which he drew are still shown to the travelers in Japan. അപ്പൊ കുറെ കാലം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾക്കും ഈ കുട്ടി ആരായി? പ്രീസ്റ്റ് ആണോ ആയത്? നോ, ഹി ബിക്കേം എ പെയിന്റർ, എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. ഇപ്പോഴും ഈ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ, ജപ്പാനിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, some of the cats which he drew are still shown to the travelers in Japan. ജപ്പാനിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പൂച്ചയുടെ പടം കേട്ടോ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റോറി. ദ സ്റ്റോറി ഈസ് ഓവർ. കഥ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആരായിരുന്നു? ഒരു ഫാമർ ഉണ്ടായിരുന്നു, ആ ഫാമറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു. യങ്ങസ്റ്റ് ബോയ് ഭയങ്കര വീക്കായിരുന്നു, ഹി ഡിഡ്ന്റ് ഗ്രോ സോ ബിഗ്. അപ്പോൾ എന്തായിരുന്നു, പ്രീസ്റ്റ് ആക്കും കൊണ്ട് ഓൾഡ് മാനിൻ്റെ അടുത്താക്കി. ഓൾഡ് മാൻ എന്ത് ചെയ്തു? പ്രീസ്റ്റ് ചോദിച്ചപ്പോൾ എല്ലാം നല്ല ഉത്തരവൊക്കെ പറഞ്ഞു കണ്ടിട്ട് പ്രീസ്റ്റ് ആക്കാൻ എടുത്തു. പക്ഷേ ഓൾഡ് മാൻ ഇറിറ്റേറ്റഡ് ആയി. എന്തുകൊണ്ട്? പൂച്ചനെ ഇറക്കണം ഏത് നേരം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ആള്, പക്ഷെ പൂച്ചനെ ഇറക്കണോണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് പുള്ളി ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട്. അങ്ങനെ കുട്ടി തിരിച്ച് വീട്ടിൽ പോയില്ല, പകരം ബിഗ് ടെമ്പിളിൽ അവിടെ ചെന്നിട്ട് പ്രീസ്റ്റ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ അവിടെ ചെന്നിട്ടിട്ട് റെസ്റ്റ് എടുത്തു. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കണേക്കുമ്പോൾ കുറേ പൂച്ചയുടെ പടം വരച്ചു. അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിപ്പോയി തിരിച്ച് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് ഗോബ്ലിൻ റാറ്റിൻ്റെ ഡെഡ് ബോഡിയാണ്. ആരാണ് കൊന്നത്? ദ കാറ്റ്സ്. വരച്ച ക്യാറ്റ് പടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇതിനെ കൊന്നേക്കണം. സോ കുട്ടിക്ക് മനസ്സിലായി ഞാൻ ഇനി വലിയൊരു ഫേമസ് ആർട്ടിസ്റ്റാണ് എന്തായാലും ആവേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ആഫ്റ്റർവേഴ്സ് ഹി ബിക്കേം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് ആയത്, പ്രീസ്റ്റ് അല്ല ആയത്. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ഒക്കെ ജപ്പാനിലൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ കാണുക, ആ പൂച്ചനെ കാണാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചു, ചാപ്റ്റർ 2 പഠിച്ചു. ചാപ്റ്റർ 1 എന്താ പേരായിരുന്നു? ദ മിസ്റ്റീരിയസ് പിക്ചർ. പക്ഷെ അവിടെ എന്തായിരുന്നു മിസ്റ്ററി എന്തായിരുന്നു? അവിടെ ആ എന്താണ് മതിൽമേൽ വരച്ച പടം കാണാൻ പറ്റില്ല. ആർക്ക് കാണാൻ പറ്റും? നോബൽ ബ്ലഡ് ഉള്ളവർക്ക് കാണാൻ പറ്റും എന്നായിരുന്നു മിസ്റ്ററി. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ടില്ല് പടമൊന്നും വരച്ചിട്ടില്ലായിരുന്നു. എന്തായിരുന്നു ടില്ല് പറഞ്ഞേ? ഞാൻ പടമൊന്നും വരക്കാൻ പോകുന്നില്ല, എന്തായാലും എന്നെ കൊല്ലും, എന്ത് വന്നാലും ഒന്നല്ലെങ്കിൽ അറച്ചിട്ട് കൊല്ലും അല്ലെങ്കിൽ കോട്ടിയസ് കൊല്ലും. സോ ഞാൻ പടമൊന്നും വരക്കുന്നില്ല എന്നാണ് ടില്ല് തീരുമാനിച്ചത് അല്ലേ? പക്ഷേ ഇവിടെ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ചാപ്റ്ററിൽ മിസ്റ്ററി ഉണ്ടായിരുന്നു. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ പേരാണ്, പൂച്ചകളെ വരക്കുന്ന ആൺകുട്ടി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്ററിൽ എന്താണ് സംഭവം? അവിടെയല്ലേ ശരിക്കും മിസ്റ്ററി. മിസ്സിന്റെ അഭിപ്രായമാണ് ചാപ്റ്റർ 1 മിസ്റ്ററി ഉള്ളത് ചാപ്റ്റർ 2 തന്നെയാണ്. കാരണം നമ്മുടെ ഇവിടെ ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെടുന്നത് പൂച്ചകളാണ് കൊല്ലുന്നത്. പക്ഷെ പൂച്ച എവിടെന്നാ വന്നേ പൂച്ച വന്നത് പടത്തിൽ നിന്നാണ് അല്ലേ? നമ്മുടെ ബോയ് വരച്ച പെയിന്റിങ്സിൽ നിന്നാണ്, മതിൽമേൽ വരച്ച സ്ക്രീൻസിൽ വരച്ച അതിൽ നിന്നും വന്ന് പൂച്ച ഗോബ്ലിൻ റാറ്റിനെ കൊന്ന് തിരിച്ച് പൂച്ചകൾ അവിടെ പോയി നിന്നു. അപ്പോൾ അവരുടെ ചുണ്ടിൽ വായിൽ ചോരയുണ്ടായിരുന്നു, വെറ്റ് വിത്ത് ബ്ലഡ് എന്നാണ് ഓഥർ പറയുന്നത്. അപ്പൊ മിസ്റ്ററി എന്ന് പറയുന്ന സാധനം വന്നത് ഇവിടെയാണ്. കാരണം ഇവിടെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കാര്യം വന്നത്
അല്ലേ? പിന്നെ കഥയുടെ പേര് എഴുതുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തം? ഓഥറിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് ഓഥറിന് തന്നെ വിടാം. സോ 2 സ്റ്റോറിയും പഠിച്ചു കഴിഞ്ഞില്ലേ നമ്മള്. അപ്പൊ ഈ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റോറി പച്ചവെള്ളം പോലെ മനസ്സിലായില്ലേ? ഇനി ഒന്നും മനസ്സിലാവാനില്ലല്ലോ, ഇല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗം കാണാം. എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. സോ വി ഹാവ് ലേൺ ദ ചാപ്റ്റർ 2, അല്ലേ? ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മിസ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നല്ല, എല്ലാ ലാംഗ്വേജസും നിങ്ങൾക്ക് തരുന്ന ഫ്രീഡം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതാൻ പറ്റും, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ കഥ മനസ്സിലാക്കിയാൽ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? ആ യങ്ങസ്റ്റ് ചൈൽഡ്, ആ കുടുംബത്തിലെ യങ്ങസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇളയ കുട്ടീനെ ഓഥർ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്, ഓഥർ ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ കുട്ടീനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ബാക്കി എല്ലാ കുട്ടികളെയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓഥർ യങ്ങസ്റ്റ് ചൈൽഡിനെ പറയുന്നുണ്ട്. മൂത്ത കുട്ടീനെ പറയണത് എങ്ങനെയാണ്? 14 ആയപ്പോൾ തന്നെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി. ഗേൾസ് എന്ന് പറയുന്നത് നടക്കാൻ തുടങ്ങിയ കാലത്തിൽ തന്നെ അമ്മനെ സഹായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആണ് പിന്നെ നമ്മുടെ യങ്ങസ്റ്റ് ചൈൽഡിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ യങ്ങസ്റ്റ് ചൈൽഡിനെ ഓഥർ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. The youngest boy is introduced as a clever but quite weak and a small boy who is not fit for hard work. അപ്പോൾ യങ്ങസ്റ്റ് ബോയിനെ ക്ലെവർ ആയിട്ടാണ്, ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയായിട്ടാണ് ഓഥർ വിശേഷിപ്പിക്കുന്നത്. ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ആ ലൈനും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ക്വസ്റ്റൻ ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾക്ക് സ്റ്റോറിയിൽ അങ്ങനെ തന്നെ എല്ലാ ലൈനും എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇറ്റ് ഈസ് അപ്പോൺ യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പക്ഷെ കഥയുടെ ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോന്നിയവാസം എഴുതാൻ പാടില്ല. ഇതിലുള്ള കാര്യങ്ങൾ, ഇതിൽ ആ ചോദ്യത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതാം. അപ്പോൾ ആൻസർ എന്തായിരുന്നു? ദ യങ്ങസ്റ്റ് ബോയ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്ലെവർ ബട്ട് ക്വൈറ്റ് വീക്ക് ആൻഡ് എ സ്മോൾ ബോയ് ഹു ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിന് ഫിറ്റ് ആവാത്ത ഒരു ക്ലെവർ ബോയ് ബട്ട് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ, ഭയങ്കര ദുർബലനും സ്മോളും, അങ്ങനെയാണ് ഈ കുട്ടിനെ ഓഥർ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ പാരന്റ്സ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തിനാണ് ആ കുട്ടിയുടെ പാരന്റ്സ് കുട്ടീനെ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയത്? എന്തിനാണ്? നമുക്കറിയാലോ ഉത്തരം. എന്തിനാ കൊണ്ടുപോയത്? വീക്കാണ്, വളരില്ല, നാട്ടുകാരെല്ലാവരും പറഞ്ഞു വളരില്ല, ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അപ്പൊ ഒരു ഫാമർ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഓപ്ഷൻ? ഒരു പ്രീസ്റ്റ് ആണെന്നാണ് ഇറ്റ് ഈസ് ബെറ്റർ. കാരണം ഒരു ഫാമർ എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരാളാണ്. കാരണം ഓൾറെഡി ഫാദർ ഫാമർ ആയതുകൊണ്ട് ഫാദറിന് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പൊ ബോയ് എന്ന് പറയുമ്പോൾ വീക്കാണ്, ക്വയറ്റ് ആണ്, ആള് ഒട്ടും ഇതല്ല, എന്താ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളല്ലാത്ത കൊണ്ടിട്ട് പ്രീസ്റ്റ് ആയിരിക്കാൻ വേണ്ടി, അതിനാണല്ലോ. അല്ലാതെ കുട്ടി ചെറുപ്പത്തിലെ ദൈവത്തിനോട് കുറെ എന്താണ് റിലീജിയസ് കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ശരിക്കും നമ്മൾ എപ്പോഴാണ് പ്രീസ്റ്റ് ആവാനൊക്കെ പോകുന്നത്? ഇപ്പൊ 10th ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും നൗ ഇറ്റ്സ് മൈ വേ ടു ടേൺ ടു ഗോഡ് എന്നുള്ള ചില പിള്ളേർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തോട്ടൊക്കെ വരുമ്പോഴാണ് ചിലരെങ്കിലും പ്രീസ്റ്റ്ഹുഡും നണ്ണാവാനും അങ്ങനെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മുടെ തോന്നലാണ്. ദർ ഇസ് നോ കമ്പൽഷൻ, അല്ലേ? പാരൻസ് ഒന്നും കമ്പൽ ചെയ്തൊന്നും പോകുന്നതല്ല, എല്ലാവരും സ്വയമേ തോന്നിയിട്ട് പോകുന്നതാണ്. അപ്പൊ ദൈവവിളി എന്നൊക്കെ അതിനമ്മ പറയും. ഇവിടെ ദൈവവിളിയൊന്നുമില്ല. ഇവിടെ ദൈവവിളി വന്നിട്ടാണോ കുട്ടി പോയേ? അല്ല, ദൈവത്തിന്റെ വിളിയൊന്നും അല്ല, അതാണ് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്, അല്ലേ? ആൻസർ എന്താണ്? പീപ്പിൾ ഓഫ് ദ വില്ലേജ് ടോൾഡ് ദാറ്റ് ദ ബോയ് കുഡ് നെവർ ഗ്രോ ബിഗ്. വലുതാവില്ല എന്ന് അവിടുത്തെ വില്ലേജിൽ ആൾക്കാർ പറഞ്ഞു. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ കുട്ടി അധികം വലുതാവുകയൊന്നുമില്ല. സോ ഹിസ് പാരന്റ്സ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാമർ. അപ്പൊ അവര് വിചാരിച്ചു ഓക്കെ വീക്കാണ്, ഒട്ടും ആളില്ല, അപ്പൊ എന്നാ പിന്നെ പ്രീസ്റ്റ് ആവാം എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടാക്കിയത്. മനസ്സിലായല്ലോ? അത് തന്നെയാണ് ഉത്തരം, വേറെ ഒന്നും ഉത്തരം എഴുതാൻ പാടില്ല. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഡു യു തിങ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഇസ് അപ്രോപ്രിയേറ്റ്? വൈ? ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആരാണ് ചോദിച്ചതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാൻ പറ്റില്ലേ? ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ ആ ഡയലോഗ് ആരാ പറഞ്ഞത്, ഇല്ലേ? അപ്പൊ ഇവിടെ ഇത് പറയുന്നത് ആരാണ്? പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് പറയുന്ന സെന്റൻസ് എന്താണ്? ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പ്രീസ്റ്റ്ഹുഡിന്റെ അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബോയ് അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്താ? പടം വരക്കണതാ. പൂച്ചയുടെ പടം വരക്കരുത് എന്ന് പറയുമ്പോ എന്നിട്ടും
പുള്ളിക്ക് അനുസരിക്കാൻ പറ്റാത്തതാ, അല്ലാതെ മനഃപൂർവ്വം ഡിസൊബീഡിയൻറ്റ് കാണിക്കുന്നതല്ല. അനുസരണക്കേട് മനഃപൂർവ്വം കാണിക്കുന്ന ഒരു കാര്യമല്ല അവിടെ. എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഐ കുഡൻ കൺട്രോൾ മൈസെൽഫ് ഓർ ഐ കുഡൻ സ്റ്റോപ്പ് മൈസെൽഫ് എന്നാണ് ബോയ് പറയുന്നത് അല്ലേ. ഹി കുഡൻ സ്റ്റോപ്പ് ഹിംസെൽഫ് ഫ്രം ഡ്രോയിങ് ദ പിക്ചേഴ്സ് ഓഫ് ദ കാറ്റ്സ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആരാണ് ഫെഡപ്പ് ആവുന്നത്, ആർക്കാണ് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഇറിറ്റേറ്റഡ് ആവുന്നത്? നമ്മുടെ പ്രീസ്റ്റ് ആണ്, ഓൾഡ് പ്രീസ്റ്റ് ഹു വാസ് കൈൻഡ് ആണ്, ഭയങ്കര കൈൻഡ് ആണ് ആള്. പക്ഷെ ആള് ഫെഡപ്പ് ആവുകയാണ്, കാരണം ഏത് നേരവും കുട്ടി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെഡപ്പ് ആയിട്ടാണ്, ഇറിറ്റേറ്റഡ് ആയിട്ട് അവസാനം പറഞ്ഞു, ഇനി നിനക്ക് അച്ഛനാവാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രീസ്റ്റ് പുരോഹിതനാവാൻ പറ്റില്ല, യു ക്യാൻ ജസ്റ്റ് മേ ബി യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിനക്ക് ചിലപ്പോൾ ഒരു നല്ല കലാകാരനാവാൻ, ചിത്രകാരനാവാൻ പറ്റുമായിരിക്കും, മേ ബി ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓർ വില്ലാണ് ചിലപ്പോൾ, ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവുമായിരിക്കും. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, നമ്മൾ ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളത് അല്ലേ. പ്രീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടമുണ്ട്, പോയി ചേരുക ചെയ്യുക. പടം വരക്കണ ആളെന്ന് പറയുമ്പോൾ, പാട്ടുകാരത്തി, ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കഴിവുകളാണ്. അത് നമുക്ക് ഒരാളെ അടിച്ചേൽപ്പിച്ച് അതിൽ നീ പടം വരച്ചോളണം എന്ന് പറഞ്ഞാൽ പടം വരക്കാത്തൊരാൾക്ക് പടം വരക്കാൻ പറ്റും? ഇല്ല. സോ ഈ കുട്ടിക്ക് എന്തായാലും പടം വരക്കാൻ കഴിവുണ്ട്, പക്ഷെ വരക്കുന്നത് പൂച്ചയാണെന്ന് മാത്രമേ ഉള്ളൂ. So do you think the opinion of the priest about the boy is appropriate? Appropriate ആണോ? അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഈ പ്രീസ്റ്റിന്റെ ഒപ്പീനിയൻ? പ്രീസ്റ്റിന്റെ ഒപ്പീനിയൻ ഇതാണ്, അഭിപ്രായം ഇതാണ്. പ്രീസ്റ്റിന്റെ അഭിപ്രായത്തിൽ കുട്ടി പ്രീസ്റ്റ് ആവേണ്ട, എന്താണ്, ആർട്ടിസ്റ്റ് ആയാൽ മതി. സോ വൈ, എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? യെസ്, ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്. നമുക്ക് ഉറപ്പാണ് കുട്ടി ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ മീൻസ് ജനിച്ചിട്ടുള്ള ആളല്ല. ബിക്കോസ് വെനെവർ ദ ബോയ് വാസ് അലോൺ ഹി ഡ്രൂ കാറ്റ്സ്. അതുകൊണ്ടിട്ടാണ് അല്ലേ, എവിടെയൊക്കെ ഒറ്റക്ക് ഇരിക്കുന്നു അവിടെയൊക്കെ ക്യാറ്റിനെ വരക്കുന്നത്. അതിപ്പോൾ എന്താണ്, ബുക്കാണോ, സ്ക്രീനാണോ, ടെമ്പിളാണോ, ഒന്നും ഒരു നോട്ടവും ഇല്ല, എപ്പോഴും പടം വരക്കുകയാണ്. സോ ദ ഇൻബോൺ ടാലന്റ് ഇസ് ദർ ഇൻ ദാറ്റ് ബോയ് അല്ലേ. ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ട് ആ കുട്ടിയിൽ പടം വരയ്ക്കാൻ. അപ്പോൾ പ്രീസ്റ്റ് ആവണേക്കാൾ ബെറ്റർ എന്തുകൊണ്ടും നമ്മുടെ ഉള്ളിലുള്ള ടാലൻസ് അനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളും 10th കഴിയുമ്പോൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ പാരൻസ് പറയാണ് യു മസ്റ്റ് ചൂസ് ദിസ്, ഡോക്ടർ ആവാം, സയൻസ് എടുക്കൂ, അങ്ങനെ പോവാം എന്നൊക്കെ, നീറ്റ് എഴുതാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് ബോറടിക്കും, പിന്നെ നമ്മൾ ക്വിറ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ എന്താണെങ്കിലും, അതിപ്പോൾ എൻജിനീയറിങ്ങിന് പോയാലോ എന്തിനാണെങ്കിലും ഒക്കെ നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും ക്വിറ്റ് ചെയ്ത് വരാൻ. കാരണം ബിക്കോസ് നമ്മളെ തള്ളി വിടുന്നതാണ്, നമ്മളായിട്ട് പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഡോക്ടർ ആവാൻ, become that. Okay, so what you want to become is up to you alone. നല്ലതാവാൻ ആലോചിക്കണം, ബി ഫേമസ് ഇൻ എ ഗുഡ് വേ. അതാണ് നമ്മുടെ മോട്ടോ, ലക്ഷ്യമൊക്കെ നമ്മുടെ അതാണ്. ക്ലിയർ? അപ്പോൾ 3rd question ആൻസർ ക്ലിയർ ആയില്ലേ? 4th one, what was the advice of the priest to the boy? ഈ പോണ പോക്കിൽ പ്രീസ്റ്റ് ഒരു അഡ്വൈസ് ഈ കുട്ടിനോട് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ അഡ്വൈസ്? വാട്ട് വാസ് ദ അഡ്വൈസ് ദാറ്റ് വാസ് ഗിവൺ ബൈ ദ പ്രീസ്റ്റ് ടു ദ ബോയ്? അത് എങ്ങനെ ചോദിച്ചാലും അത് തന്നെയാണ്. ഇപ്പോൾ വാട്ട് വാസ് അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ് ചോദിച്ചു, എന്താണ് അഡ്വൈസ്? ദ പ്രീസ്റ്റ് അഡ്വൈസ് ദ ബോയ്. ഒരു സെന്റൻസ് പറയണല്ലേ, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. ഇതാണ്, അത് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എങ്കിൽ പോലും നമ്മൾ ഒരാളോട് പറയുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ അതുപോലെ തന്നെ എഴുതാൻ, നമ്മൾ അയാൾ പറഞ്ഞ ഉപദേശം മാറ്റിയൊന്നും എഴുതരുത്, സെയിം തന്നെ എഴുതണം. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. സ്മോൾ പ്ലേസസ് ആണ് നിൽക്കാനാണ് പറയുന്നത്, ലാർജ് പ്ലേസസ് ഒഴിവാക്കാനാണ് നമ്മുടെ പ്രീസ്റ്റ് പറയുന്നത്. സോ ദാറ്റ് വാസ് ദ അഡ്വൈസ് ഗിവൺ ടു ദ ബോയ്. ഫിഫ്ത് വൺ എന്താണ്? വൈ ഡിഡ്ന്റ് ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ? പ്രീസ്റ്റ് പറഞ്ഞു ഇനി നിനക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, യു ക്യാൻ ഗോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കുട്ടി തിരിച്ചു പോകാൻ തീരുമാനിച്ചില്ല? വൈ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ഹോം? എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ വേണ്ടാത്തത്? ബിക്കോസ് ഹി വാസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. പറയാനുണ്ടല്ലോ സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ, എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഫാർമറിനും വൈഫിനും ഇല്ലായിരുന്നു. സോ കഷ്ടപ്പാടായിരുന്നു അവരുടെ വീട്ടിൽ. അപ്പോൾ പുവർ ഫാമിലി ആണെന്ന് ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് മാത്രമായിരുന്നോ? അപ്പോൾ ഫാദർ എന്ന് പറയുന്ന ആള് നമ്മളെ ഈ യങ് ബോയിനെ പ്രീസ്റ്റ് ആക്കാൻ അയച്ചതാണ്. അവിടെ എന്തെങ്കിലും തെറ്റ് കാണിക്കാതെ പറഞ്ഞു വിടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുവാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മളെ പുറത്താക്കണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുഴപ്പമില്ലല്ലോ, അത് നമ്മുടെ കുഴപ്പമില്ലേ. സെയിം വേ ഇവിടെയും ബോയിനെ പുറത്താക്കുകയാണ് അല്ലേ. ആ കുട്ടീനെ പുറത്താക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലിരിപ്പ് എന്തോ ശരിയല്ല എന്നാണ് അർത്ഥം. സോ അങ്ങനെ വരുമ്പോൾ വീട്ടുകാർ, ഓക്കെ നമ്മുടെ പാരൻസ് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ചീത്ത പറയില്ലേ? ആവശ്യമുള്ള കാര്യത്തിന് ചീത്ത പറയണ്ടേ?
കുറ്റം കാണിച്ചാൽ തെറ്റ് കാണിച്ചാൽ ചീത്ത പറയുന്ന ആൾക്കാരാണ് നല്ല ആൾക്കാർ. ഇപ്പം എന്ത് കുറ്റവും കാണിച്ചാലും എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യണതല്ല. നമ്മൾ ചീത്തയായി കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ടിട്ടാണ് അവരത് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ പാരൻസിനോ നമ്മുടെ ബെസ്റ്റ് അല്ല നമ്മുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനോ അങ്ങനെയല്ല. നമ്മൾ മോശം വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ തടയും. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു തരാൻ അങ്ങനെയുള്ള ആൾക്കാരെ വേണം നമ്മൾ ലൈഫിൽ ചൂസ് ചെയ്യാൻ, അല്ലേ? അപ്പൊ ഇവിടെയും ഈ കുട്ടിയുടെ പാരൻസും എന്താണ് ചെയ്യുന്നേ? ഈ കുട്ടിയുടെ പാരൻസും വഴക്ക് പറയുന്നു ഉറപ്പാണ്, അല്ലേ? അതുകൊണ്ടിട്ട് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. The boy didn't go home because he was sure that his father would punish him for being disobedient to the priest. പുറത്താക്കുമ്പോൾ തന്നെ ഡിസൊബീഡിയൻസ് ആണ് ഇവിടെ കാണിച്ച. ഡിസൊബീഡിയൻസ് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ഡിസൊബീഡിയൻ്റ് ആയത്? ഡിസൊബീഡിയൻസ് കാണിച്ചതെന്ന് വെച്ചാൽ പറയുന്നത് എന്താണ്? ഞാനിങ്ങനെ എനിക്ക് പൂച്ചയുടെ പടം വരക്കരുത് എന്ന് പ്രീസ്റ്റ് പറയുമ്പോഴൊക്കെ പൂച്ചയുടെ പടം വരക്കുന്നു. അതാണ് കാണിക്കുന്ന ഡിസൊബീഡിയൻസ്. ബാക്കി എല്ലാ കാര്യത്തിലും കുട്ടി പെർഫെക്റ്റ് ആയിരുന്നു അവിടെ, അല്ലേ? പക്ഷെ ഒരു ഫോൾട്ടും മതിയാവുമല്ലോ. ചില സ്ഥലത്ത് ഒരെണ്ണം മതി ആ എല്ലാ ഈ അതർ ക്വാളിറ്റീസിനെ മറക്കാൻ ഒരൊറ്റ ഫോൾട്ടും മതിയാകും. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് വെരി സീക്രട്ട് പൊസിഷൻ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഇതാണ്. ആ ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ ആൻസർ? 6th one, when the boy entered the temple he did not see anyone. What could be the reason? അപ്പോൾ ബോയ് ടെമ്പിളിൽ കയറി കഴിഞ്ഞപ്പോൾ ആരെയും കാണാൻ പറ്റിയില്ല. എന്തായിരിക്കും റീസൺ? ബോയ് ഏത് ടെമ്പിളിലാണ് കയറിയത്? ഇവിടെ ബിഗ് ടെമ്പിളിൽ, അല്ലേ? നെക്സ്റ്റ് വില്ലേജിലെ ബിഗ് ടെമ്പിളിലാണ് വന്നത്. അവിടെ കയറിയപ്പോൾ ആരെയും കണ്ടില്ല. എന്തായിരിക്കും കാരണം? എന്താണ്? ആരെയും കണ്ടോ? ഇല്ലല്ലോ, കണ്ടില്ലല്ലോ. ദ ടെമ്പിൾ വാസ് എംപ്റ്റി. എന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം ആൻസർ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. The reason was that a goblin had frightened the priest away and had taken possession of the place. അവിടെ ആ ടെമ്പിളിൽ ആരാണ് ഉണ്ടായിരുന്നത്? കഥ അറിയാവുന്ന നമുക്കറിയാം. അവിടെ ആരാണ് ഉണ്ടായിരുന്നത്? ഗോബ്ലിൻ ആണ് ഉണ്ടായിരുന്നത്. ഗോബ്ലിൻ റാറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഗോബ്ലിൻ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. കാരണം ഇൻ ദ ബിഗിനിങ് നമുക്കറിയാവുന്നത് ഗോബ്ലിൻ ആണ്, അല്ലേ? ഒരു ഭയാനകമായ ജീവി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയാണ് അത് നമുക്ക് കൊല്ലപ്പെടുമ്പോഴാണ് നമുക്കത് റാറ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. സോ യു ക്യാൻ റൈറ്റ് റാറ്റ് ഓൾസോ ദർ. The reason was that a goblin had frightened the priest away. അപ്പോൾ ആ പ്രീസ്റ്റിനെ ഗോബ്ലിൻ പേടിപ്പിച്ചിട്ട് took the position, അല്ലേ? അവരിൽ നിന്ന് ആ ടെമ്പിളിന്റെ ആധിപത്യം ഏറ്റെടുക്കുന്നതും ആരാണ്? ഗോബ്ലിൻ ആണ്. ആൻഡ് ഹാഡ് ടേക്കൺ ദ പൊസിഷൻ ഓഫ് ദ പ്ലേസ്. ആ പൊസിഷൻ എന്ന് പറയാ സ്വന്തമാക്കുകയാണ്. വി ഹാർ പൊസസിങ് സംതിങ് എന്ന് പറയുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് ഉണ്ടെന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഗോബ്ലിൻ റാറ്റ് അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റിനെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ട് സ്വന്തമായിട്ട് എന്താണ് ആ സ്ഥലത്തിന്റെ ആധിപത്യം സ്വീകരിക്കുകയാണ്. അല്ലെ ആരും കൊടുത്തതല്ലോ. കൊടുക്കുകയാണോ? ഇത് ഇന്ന് ഈ ടെമ്പിൾ നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് കൊടുത്തതല്ല. സോ ഹി ഇറ്റ് സെൽഫ്, അല്ലേ? അത് ഗോബ്ലിൻ റാറ്റ് ഇറ്റ് സെൽഫ് ഹാഡ് ടേക്കൺ പൊസിഷൻ ഓഫ് ദ പ്ലേസ്. 7th one, why did he choose a small place to sleep? എന്തുകൊണ്ടാണ് ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത് ഉറങ്ങാൻ? എന്തായിരുന്നു നമ്മുടെ പ്രീസ്റ്റിന്റെ അഡ്വൈസ്? ബോയ് ടെമ്പിളിലാണ്, ചുറ്റും ഇരുട്ടാണ്, രാത്രിയാണ്, ആകെയുള്ളത് ഒരു ലൈറ്റാണ്, ഒരു മനുഷ്യനില്ല അവിടെ. ആകെ കുറെ മതിലിൽ വരച്ച് വെച്ചങ്ങനെ പൂച്ച മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. കിടന്നുറങ്ങാൻ പോയപ്പോഴാണ് ബോയ് ഓർത്തത്, എന്നോട് പ്രീസ്റ്റ് ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ, അല്ലേ? അപ്പോൾ പേടിയായി. അത്രയും നേരം പേടി തോന്നാതിരുന്ന ആൾക്ക് പെട്ടെന്ന് പേടിയായി. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ്, ആരുമില്ലാത്ത സ്ഥലം, ചുറ്റും ഭയങ്കര നിശബ്ദതയും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായാലും സ്മോൾ പ്ലേസ് തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലേ? നമുക്ക് ആൻസർ നോക്കാം. When he was about to sleep, he remembered the advice of the priest and so he felt afraid of the place and he resolved to look for a small place to sleep. ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല, നിങ്ങളുടെ ഓൺവേർഡ്സിൽ നിങ്ങൾക്ക് ആൻസർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഉറങ്ങാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത് എന്ത്? അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ്. അത് വേണം, ആ ലൈൻസ് എന്തായാലും വേണം. റിമെമ്പർ ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ്. അപ്പോൾ പേടി തോന്നി. സോ ഹി ഫെൽറ്റ് അഫ്രേഡ് ഓഫ് ദ പ്ലേസ് ആൻഡ് എന്താണ്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്? സോ ഹി റീസോൾവ് ടു ടേക്ക് എന്താണ് ഒരു സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്. അപ്പം അങ്ങനെയാണ് ഒരു സ്മോൾ പ്ലേസ് തിരഞ്ഞെടുത്ത് ഉറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 8th one, where did the boy find a safe place to sleep on? എവിടെയാണ് ഒരു സേഫ് പ്ലേസ്? ഇത് എനിക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു സേഫ് പ്ലേസ് എവിടെയാണ് ഉണ്ടാവുക എന്ന് കുട്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ എല്ലായിടത്തും നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ലിറ്റിൽ ക്യാബിനറ്റ് കണ്ടു, ഒരു ചെറിയൊരു ക്യാബിനറ്റ് കണ്ടു. അതിലൊരു സ്ലൈഡിങ് ഡോർ ഉണ്ടായിരുന്നു.
അത് അതിൻ്റെ ഉള്ളിൽ കയറി അത് ഷട്ട് ഹിംസെൽഫ് അപ്പ്. അങ്ങനെയാണ് കുട്ടി ഉറങ്ങാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. ബിക്കോസ് വലിയൊരു സ്ഥലത്ത് കിടന്നുറങ്ങിയാലുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് കുട്ടിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ. പക്ഷെ പ്രീസ്റ്റിന്റെ അഡ്വൈസ് ഓർത്തത് കൊണ്ടിട്ട് കുട്ടി ഒരു സ്മോൾ ക്യാബിനറ്റ് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അതിലൊരു സ്ലൈഡിങ് ഡോർ ഉണ്ട്, അതിനുള്ളിൽ കയറി. ഓൾറെഡി നമുക്കറിയാം കുട്ടി ചെറുതാണ് അല്ലേ, അധികം വലുതാവാത്ത ഒരു പ്രകൃതമാണ്. സോ കുട്ടി ചെറുതാണ്. സോ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ ആൻഡ് ഗോട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. അതാണ് തിരഞ്ഞെടുക്കുന്ന സ്ഥലം. 9th one, what was a dreadful voice that the boy heard? എന്താണ് കുട്ടി കേട്ട ആ ഭയാനകമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ശബ്ദം എന്തായിരുന്നു? ശബ്ദം? ശബ്ദമാണ് കേട്ടെ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഞെട്ടി ഇണങ്ങുന്നത് കുറെ ശബ്ദങ്ങൾ, ദ ഫ്രൈറ്റനിങ് ആൻഡ് സ്ക്രീമിങ്. അത് കേട്ടിട്ടല്ലേ എൻ്റെ എന്തായിരുന്നു ആ സൗണ്ട്? ആരായിരുന്നു? ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ആരായിരുന്നു? ആ സൗണ്ട് അത് കേട്ടിട്ടാണ് എൻ്റെ. ദ ഡ്രെഡ്ഫുൾ വോയിസ് ദാറ്റ് ദ ബോയ് ഹേർഡ് വാസ് ദ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. ആൻസർ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വലുതാക്കാം. ഫ്രൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ഓഫ് ഗോബ്ലിൻ റാറ്റ് ആൻഡ് ദ ക്യാറ്റ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇവിടെ എങ്ങനെയാണ് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഹൗ ഡു യു തിങ്ക് ദാറ്റ് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? എങ്ങനെയാണ് ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെടുന്നത്? ആരാണ് കൊന്നേ? ഗ്രേറ്റ് വാരിയേഴ്സ് വന്ന് നോക്കിയിട്ട് കൊല്ലാൻ പറ്റിയില്ല. ഗ്രേറ്റ് വാരിയേഴ്സ് വന്ന് എന്നിട്ട് അവരെ ജീവനോടെ കണ്ടിട്ടില്ല എന്നാണ് കഥയിൽ പറയുന്നത്. ഇവിടെ ആരാണ് ഗോബ്ലിൻ റാറ്റിനെ കൊല്ലുന്നേ? The goblin rat was killed by the cats which the boy had drawn. ബോയ് വരച്ച പടത്തിലെ കാറ്റ്സ് വന്നിട്ടാണ് ഗോബ്ലിൻ റാറ്റിനെ കൊല്ലുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? ആൻസേഴ്സ് ഒക്കെ എളുപ്പമല്ലേ? 11th one, was the advice of the priest helpful to the boy? Why? പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ബിക്കോസ് എവറി yes or no ക്വസ്റ്റ്യൻസിന് എപ്പോഴും ഒരു വൈ ഉണ്ട്. എന്തുകൊണ്ട്? നോ ആണെങ്കിൽ എന്തുകൊണ്ട്, വൈ ആണെങ്കിൽ എന്തുകൊണ്ട്, എസ് ആണെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലേ? നമ്മളോട് മിക്കതും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമാണ് ചോദിക്കാറുണ്ടോ? ലൈക്ക് ദിസ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ബുക്കാണ്, ഓഥറാണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഐസ്ക്രീം ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. എങ്കിലും ചിലർക്ക് ഇഷ്ടമല്ല. മേ ബി അവർക്ക് അതിൻ്റെ ത്രോട്ടും പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിളി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഐസ്ക്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ ബോയ് ആണ്. ആ പ്രീസ്റ്റ് കൊടുത്ത ഉപദേശം ഹെൽപ്ഫുൾ ആയിരുന്നോ? സഹായിച്ചോ? എങ്ങനെയെങ്കിലും? എങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണ് സഹായിച്ചതെന്നാണ് ചോദ്യം. ഇത് ഇത്തിരി വലുതാണ്, കാരണം നമുക്കറിയാം നമുക്ക് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണം. യെസ്, ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു ദ ബോയ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? നിങ്ങൾ സമ്മതിക്കില്ലേ? ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? നല്ലോണം സഹായിച്ചു കുട്ടീനെ. എങ്ങനെയാണ് സഹായിച്ചത്? ഡ്യൂറിങ് എ സ്റ്റേ ഇൻ ദ ബിഗ് ടെമ്പിൾ, ആ വലിയ അമ്പലത്തിൽ കിടന്നുറങ്ങുമ്പോൾ ദ ബോയ് റിമെമ്പേർഡ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ്. അപ്പോൾ ബോയ് പ്രീസ്റ്റിന്റെ അഡ്വൈസ് ഓർക്കുമ്പോഴാണ് എന്താണ് ഈ സെലക്ടഡ് എ ലിറ്റിൽ ക്യാബിനറ്റ് ടു സ്റ്റേ. അപ്പോഴാണ് ക്യാബിനറ്റ് സെലക്ട് ചെയ്യുന്നത്. ദ വെരി സെയിം നൈറ്റ് എ ഡ്രെഡ്ഫുൾ ഫൈറ്റ് വാസ് ഓൾസോ ഗോയിങ് ഓൺ. അപ്പോൾ ബോയ് ഒരു ഉറക്കം വരുമ്പോൾ ബോയ് പ്രീസ്റ്റിന്റെ ഉപദേശം ഓർത്തിട്ട് ബോയ് ഒരു ലിറ്റിൽ ക്യാബിനറ്റ് എടുക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേ രാത്രി തന്നെ സെയിം നൈറ്റ്, ദ വെരി സെയിം നൈറ്റ് കേട്ടോ, a dreadful fight was also going on between the cats and the goblin rat and the boy was safe in the cabinet. ഒരു പക്ഷേ അന്ന് ആ കുട്ടി ആ ക്യാബിനറ്റിൽ കിടക്കാതെ പുറത്ത് കിടന്നിരുന്നെങ്കിൽ ആ ഫൈറ്റിന്റെ ഇടയിൽ കുട്ടിക്കും എന്തെങ്കിലും പറ്റിയാനായിരുന്നു. ഗോബ്ലിൻ റാറ്റ് എന്ന് പറയുന്നത് ഒരു ഭീകര ജീവിയായിട്ടാണ് കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വാരിയസിനെ കൊല്ലാമെങ്കിൽ പിന്നെ ഈ ബോയ് ആണോ വലിയൊരാള്? അല്ലല്ലോ. ബോയ്ക്ക് വേറെ കഴിവുകളൊന്നും എന്തായാലും ഇല്ല. പടം വരക്കും എന്നല്ലാണ്ട് ഒരു വലിയ ശക്തിമാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ആ ബോയ് സേഫ് ആയത് പ്രീസ്റ്റിന്റെ അഡ്വൈസ് കൊണ്ട് മാത്രമാണ്. ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ടു ഹിം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഉറക്കം വന്നപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങിയാനെ. അഡ്വൈസ് ഓർത്തത് കൊണ്ട് മാത്രമാണ് എവിടെ കിടന്നത്? ലിറ്റിൽ ക്യാബിനറ്റ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ടിട്ടാണ് ബോയ് സേഫ് ആയിരുന്നത്, ജീവനോടെ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഈ ഗോബ്ലിൻ റാറ്റ് കൊല്ലപ്പെടുന്നതിനൊപ്പം ഒരു പക്ഷേ നമ്മുടെ ബോയും കൊല്ലപ്പെട്ടാനേ. സോ ഹി വാസ് കംപ്ലീറ്റ്ലി സേഫ് ബിക്കോസ് ഓഫ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ്. അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. So we completed the question answers and now we are moving on to the activities. So we are going to see activity 1. Question answers ഒക്കെ കഴിഞ്ഞു, എല്ലാവരും പഠിച്ചും കഴിഞ്ഞില്ലേ? മിസ്സിൻ്റെ ഒപ്പം തന്നെ പഠിച്ചും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് നോക്കുന്ന ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസ് എന്തായാലും കുറവാണ് കമ്പയർ ടു ദ ചാപ്റ്റർ 1. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1 എന്താണ്? Did you enjoy the story, The Boy Who Drew Cats? If you were the young boy, how would you tell the story? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? കഥയുടെ പേരെന്തായിരുന്നു? The Boy Who Drew Cats. ആ കഥ ഇഷ്ടമായി എങ്കിൽ അതിൻ്റെ ചോദ്യം യെസ് നോ. അത് നമ്മളോട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാ.
ഇനി എന്താണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ഒരു റൈറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ആ റൈറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് യു വേർ ദ യങ് ബോയ്, നിങ്ങളാണ് ആ യങ് ബോയ് എങ്കിൽ ഹൗ വുഡ് യു ടെൽ ദ സ്റ്റോറി, നമ്മൾ എങ്ങനെയാണ് കഥ പറയാ. ഇപ്പൊ ഞാനാണ് ആ യങ് ബോയ് എങ്കിൽ ഞാൻ പറയുന്നത് പോലെ വേണം ആ കഥ പറയാൻ. ഓക്കെ, സോ നറേഷൻ എന്ന പാട്ട് നിങ്ങൾക്കാണ്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ വാസ് എ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പുവർ ജാപ്പനീസ് ഫാമിലി. അങ്ങനെ വേണം കഥ സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ ഓദർ എന്ന് നറേറ്റർ എന്ന് പറയുന്ന ആള് ദ യങ് ബോയ് ആയി, ആ യങ് ബോയ് എന്നത് നിങ്ങളുമാണ്. അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. സോ ദെൻ യു ഹാവ് ടു റൈറ്റ് ദ സ്റ്റോറി. അപ്പൊ ഞാൻ പുവർ ഫാമിലിയിലാണ് ജനിച്ച, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എങ്ങനെ ആ ഫസ്റ്റ് പേഴ്സണിലാണ് കഥ പോകേണ്ടത്. കാരണം ഫസ്റ്റ് ലൈൻ അവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ഐ വാസ് എ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പുവർ ജാപ്പനീസ് ഫാമിലി എന്ന് അവർ തന്നിട്ടുണ്ട്. സോ നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മളാണ് ആ ബോയ് എന്ന് സങ്കല്പിച്ചിട്ട് വേണം ആ കഥ എഴുതാൻ. സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ലൈനാണ് സ്റ്റാർട്ടിംഗ് ലൈൻ. എപ്പോഴും ഇത് കൊടുക്കണം. യു മേ ബിഗിൻ ലൈക്ക് ദിസ് ആണ്, വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പക്ഷെ എന്തായാലും അവർ നമുക്ക് തന്നിട്ടുള്ളതല്ലേ, നമുക്ക് ആ ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഐ വാസ് എ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പുവർ ജാപ്പനീസ് ഫാമിലി. അത് ആ ലൈൻ തന്നെ മിസ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് വരുമ്പോൾ എന്താണ്, ബിക്കോസ് ഓഫ് മൈ ഇൽ ഹെൽത്ത്. ആ കഥ ആ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പേജസ് ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും റൈറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ കംപ്ലീറ്റ്. നമുക്ക് ആ കഥയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാട്ടും മിസ് ചെയ്യാതെ വേണം നമ്മൾ കഥ പറയാൻ. കഥ പറയുമ്പോൾ അയ്യോ ആ പാട്ട് മിസ് അങ്ങനെ വരരുത്, എല്ലാ പാട്ടും വേണം. എങ്കിലും ഇലാബറേഷൻ നമുക്ക് കുറക്കാം, നമുക്കൊന്ന് ബ്രീഫ് ആക്കാം. ഓക്കെ, ബിക്കോസ് ഓഫ് മൈ ഇൽ ഹെൽത്ത് ഐ വാസ് സെൻറ്റ് ടു എ പ്രീസ്റ്റ് ഹോം ടു ബി ട്രെയിൻഡ് ആസ് എ പ്രീസ്റ്റ്. എൻ്റെ ആരോഗ്യക്കുറവ് കാരണം അല്ലേ, അതുകൊണ്ടിട്ടാണ് എൻ്റെ ആരോഗ്യക്കുറവ് കാരണം. പുവർ ഫാമിലി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് മൈ ഇൽ ഹെൽത്ത് ഐ വാസ് സെൻറ്റ് ടു എ പ്രീസ്റ്റ് ഹോം ടു ബി ട്രെയിൻഡ് ആസ് എ പ്രീസ്റ്റ്. ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടി ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രീസ്റ്റ് ഹോമിലോട്ട് എൻ്റെ ആരോഗ്യക്കുറവ് കാരണം എന്നെ സെൻഡ് ചെയ്തിരുന്നത്. ബിക്കോസ് സി എന്നെയാണ് കേട്ടോ മൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ലൈക്ക് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ്. അത് സ്പെഷ്യാലിറ്റിയാണ്, ദാറ്റ് ഈസ് നീഡഡ്. ബിക്കോസ് ആ ബോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഡ്രോയിങ് കാറ്റ്സ് ആണ് അല്ലേ. സോ ഐ ലൈക്ക് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ്. ഓൾദോ ഐ ഒബേഡ് ഓൾ ദ റിച്വൽസ് ആൻഡ് റൂൾസ് ഓഫ് ദ പ്രീസ്റ്റ് ഹോം ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിരുന്നെങ്കിലും എനിക്ക് പൂച്ചയുടെ പടം വരക്കൽ മാത്രം നിർത്താൻ പറ്റുമായിരുന്നില്ല. മൈ ടീച്ചർ ഓർഡേർഡ് മീ നോട്ട് ടു ഡ്രോ കാറ്റ്സ് എനിമോർ ബട്ട് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ്. അത് പ്രീസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഇനി പടം വരക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഹി കുഡൻ സ്റ്റോപ്പ് ഡ്രോയിങ്. കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പടം വരക്കാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലായിരുന്നു കുട്ടിക്ക്. At last, my teacher advised me to become a painter, not a priest. അവസാനം ക്ഷമ നശിച്ച് നമ്മുടെ പ്രീസ്റ്റ് പറയുന്നതായിട്ടും ഇവിടെ ബോയ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, എന്താണ് ഒരു പെയിൻറ്റർ ആവാൻ പറഞ്ഞ്, നോട്ട് എ പ്രീസ്റ്റ്. I plan to quit the place. Before leaving, the teacher advised me to avoid large places, to keep too small. That is important. നമ്മൾ സ്വയം എഴുതുമ്പോഴും നമ്മൾ ആ ഉപദേശം ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം ആ ഉപദേശത്തിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് നമ്മൾ തന്നെ കണ്ടതാണല്ലോ. ഓക്കെ, അപ്പോൾ സ്ഥലത്ത് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. പോണേക്കുമ്പോൾ ടീച്ചർ ഒരു ഉപദേശം കൊടുത്തു, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. കാണാപ്പാടായില്ലേ മിസ് പറഞ്ഞ് ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഇറ്റ്. അത്രയും ക്ലെവർ ആയിരുന്നിട്ടും ബോയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഐ കുഡൻ, ഐ ആണ് കേട്ടോ ഇവിടെ, ഞാനിപ്പോൾ ബോയ് ആണ് എന്ന് സങ്കല്പിച്ചിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ. I was afraid to go back to my home. I started my journey to the next village, which has a big temple, and I decided to ask the priest whether they can make me their acolyte. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു അടുത്ത വില്ലേജിലുള്ള ടെമ്പിളിൽ പോയിട്ട് അവിടുത്തെ പ്രീസ്റ്റിനോട് എന്നെ അവിടുത്തെ ശിഷ്യനാക്കുമോ എന്ന് ചോദിക്കാം. ഞാനിവിടെ എന്നെ എന്ന് പറയുന്നത് ദ ബോയ് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഞാനിവിടെ ഐ ആയിട്ടാണ്, ബോയ് ആയിട്ട് നറേഷൻ മാറ്റിയേക്കുന്ന ആക്ടിവിറ്റി ആയതുകൊണ്ടിട്ടാണ് ഐ എന്ന് പറയുന്നത്. ക്ലിയർ? ഐ ഫൗണ്ട് ദ ടെമ്പിൾ. അപ്പോൾ ടെമ്പിൾ കണ്ടുപിടിച്ചു ഞാൻ. ഇറ്റ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ് ആൻഡ് കോബ്ബേഴ്സ്. ഭയങ്കര പൊടിയും സ്പൈഡർ വെബ്സും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഐ എൻറ്റേർഡ് ഇൻ ആൻഡ് സോ വാൾസ് വിച്ച് വെയർ എംപ്റ്റി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ വാൾസ് ഒക്കെ എംപ്റ്റി ആയത് കണ്ട് ഭയങ്കര സന്തോഷമായില്ലേ. സോ ഐ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് കാറ്റ്സ്. അപ്പം ഞാൻ കാറ്റിൻ്റെ പടം വരക്കാൻ തുടങ്ങി. വെൻ ഐ ഫെൽറ്റ് സ്ലീപ്പി ഐ റിമെമ്പേർഡ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ എ സ്മോൾ റൂം. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ആണ് പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് ഓർത്തനുസരിച്ച് ഒരു സ്മോൾ റൂം, ഒരു ചെറിയൊരു സ്ഥലം ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആഫ്റ്റർ സം ടൈം ഹിയറിംഗ് സം ടെറിബിൾ നോയ്സ് ഐ വോക്കപ്പ്. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഒരു ടെറിബിൾ സൗണ്ടൊക്കെ കേട്ട് ഞാൻ എഴുന്നേറ്റു. വെൻ ഇറ്റ് വാസ് മോർണിംഗ് ഐ കെയിം ഔട്ട് ആൻഡ് ഐ സോ എ ബിഗ് റാറ്റ് വാസ് കിൽഡ്.
അല്ലേ? ഒരു ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു ബിഗ് റാറ്റ് കൊല്ലിയത്. ബിക്കോസ് ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് ദ കാറ്റ്സ് ദ ബിഗ് റാറ്റ് വാസ് കിൽഡ്. എങ്ങനെയാണ് റാറ്റ് കില്ല് ചെയ്തത്? ആരാണ് കൊല്ലുന്നത് റാറ്റിനെ? ബിക്കോസ് ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് ദ കാറ്റ്സ്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് ഐ ബിക്കേം എ ഫേമസ് പെയിന്റർ ഇൻ ജപ്പാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജപ്പാനിലെ ഒരു ഫേമസ് പെയിന്ററായി. സോ പ്രീസ്റ്റ് പറഞ്ഞതെല്ലാം സത്യമായി, അല്ലെങ്കിൽ അഡ്വൈസ് അനുസരിച്ചപ്പോൾ അഡ്വൈസ് ഹെൽപ്ഫുള്ളായി. പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ യു വിൽ ബിക്കം എ പെയിന്റർ നോട്ട് എ പ്രീസ്റ്റ് എന്ന് പറഞ്ഞതും അതിവിടെ സത്യമാവുകയാണ്. സോ നമ്മളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറേ ടീച്ചേഴ്സ് ഉണ്ട്, ദ ബെസ്റ്റ് ദ ഗ്രേറ്റ് ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവർ നമ്മളെ എപ്പോഴും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് അറിയാൻ പറ്റും എന്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ കഴിവ് എന്താണ്, നമ്മളുടെ കേപ്പബിലിറ്റി എന്താണ്, നമുക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ട്, ഹിഡൻ ടാലൻസ് ഉണ്ടെന്നൊക്കെ ഒരു പക്ഷേ പാരൻസിനൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ടീച്ചേഴ്സിനാണ്. അതുകൊണ്ടിട്ടാണല്ലോ സ്കൂൾസിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത്. ലൈക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, എസ്സേ റൈറ്റിംഗ്, പോയം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിലുള്ള ഹിഡൻ ടാലൻസ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളും തിരിച്ചറിയാം വാട്ട് ഈസ് യുവർ ഇന്നർ ടാലൻറ്റ്. എവ്രി വൺ ഇസ് ബോൺ വിത്ത് ടാലൻറ്റ്, നോ വൺ ഇസ് ബോൺ വിത്തൗട്ട് എനിത്തിങ്. ഓക്കെ, ഒന്നുമില്ലാതെ ആരെയും അവിടെ നിന്ന് ദൈവം ജനിപ്പിച്ചിട്ടില്ല. സോ ഫൈൻഡ് ഔട്ട് യുവർ ഓൺ ടാലൻസ് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. പണി എന്താണ്, രാഗി മിനിക്ക് എടുത്തുകൊണ്ട് വരണം, എന്നാലാണ് നമുക്കത് ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ ആ ഫീൽഡിൽ, അതേതാണെങ്കിലും. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എവ്രി വൺ ഇസ് ബോൺ ടു ബിക്കം എഞ്ചിനീയേഴ്സ് ഓർ ഡോക്ടേഴ്സ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പല പല ടാലൻസ് ആണ്. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, നിങ്ങളും നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 2. ഈ ചാപ്റ്റേഴ്സിൽ ആകെ 2 ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ ആക്ടിവിറ്റി 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. വി ആർ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 2. വി വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. എന്താ നോക്കാം. ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ്? എങ്ങനെയാണ് ഗോബ്ലിൻ റാറ്റ് കിൽഡ് ചെയ്ത് കൊല്ലപ്പെട്ടത്? നമുക്കറിയാം. റൈറ്റ് ദ ഇവന്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെങ്ങനെ ഇരിക്കണേന്ന്. കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഫ്ലോ ചാർട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്കറിയാം. സോ വി വിൽ സീ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ ബോക്സ് മാത്രമാണ് അവർ ഫിൽ ചെയ്തേക്കുന്നത്. എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ ആൻഡ് ടുക്ക് പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. ഗോബ്ലിൻ റാറ്റ് അവിടെ പ്രീസ്റ്റിനെയൊക്കെ പേടിപ്പിച്ചിട്ട് ടെമ്പിളിന്റെ പൊസിഷൻ, ടെമ്പിൾ സ്വന്തമാക്കി. അതാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ സെക്കൻഡ് വന്നത് ദ ബോയ് എൻറ്റേർഡ് ദ ടെമ്പിൾ ആൻഡ് പെയിന്റഡ് ഗ്രേറ്റ് മെനി കാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻ. ആ ബോയ് ടെമ്പിളിൽ കയറി കുറേ കാറ്റ്സിന്റെ പടം വരച്ചു. തേർഡ് വരുന്നത് ദ ബോയ് ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് ആൻഡ് വെന്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഫെൽ എസ്ലീപ്. ക്യാബിനറ്റ്, സ്മോൾ ക്യാബിനറ്റ്, എല്ലാം എഴുതി വെക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ, ഇത്രയും ബോക്സ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് അവിടെ നിന്ന് തുടങ്ങി ആ കൊല്ലുന്ന വരെയുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കി ബോക്സിൽ ഫ്ലോ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാബിനറ്റ് കണ്ട് അവിടെ ഉറങ്ങിപ്പോയി. പിന്നെന്താണ്, ഹി വാസ് അവേക്കൻഡ് ബൈ ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്, പേടിപ്പെടുത്തുന്നതും ഒച്ച അലർച്ചയൊക്കെ കേട്ടിട്ട് ഇൻ ബിറ്റ്വീൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. രാവിലെ എണീറ്റപ്പോൾ എന്താ കണ്ടത്? ദ ബോയ് സോ ആൻ എനോമസ് ആൻഡ് മോൺസ്ട്രസ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ് ബിഗർ ദാൻ എ കൗ ലൈയിങ് ഡെഡ് ഓൺ ദ ഫ്ലോർ. രാവിലെ എണീറ്റപ്പോഴാണ് ഇത്രയും ഭീകരമായ ഒരു ജീവി ആ ടെമ്പിളിൽ ഉണ്ടായിരുന്നു എന്ന് ബോയ്ക്ക് മനസ്സിലാവണം തന്നെ. എന്തായാലും ബോയ് കാണുന്നത് ജീവനോടെ അല്ല, കൊല്ലപ്പെട്ടിട്ടാണ് കാണുന്നത്, അല്ലേ? സോ ദിസ് ഇസ് ദ ഫ്ലോ ചാർട്ട് that gives the events of the killing of the goblin rat. മനസ്സിലായല്ലോ? ആ ഗോബ്ലിൻ റാറ്റിനെ കൊല്ലപ്പെടുന്ന ഇൻസിഡൻസ് ഫ്ലോ ചാർട്ടിലാവുമ്പോൾ ഇത്രയും ഷോർട്ടാക്കി വേണം നിങ്ങളത് ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 2 വളരെ സിമ്പിളാണ്, അല്ലേ? അപ്പോൾ ആക്ടിവിറ്റി 2 നമ്മുടെ കഴിഞ്ഞു. സോ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി. നമ്മുടെ സ്റ്റോറി എന്തായിരുന്നു? ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഒരു യങ് ബോയ് ഫ്രം എ പുവർ ഫാമിലി വാസ് ദെയർ, അല്ലേ? ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു ബോയ് ആയിരുന്നു, യങ്ങസ്റ്റ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിയായിരുന്നു, ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ബട്ട് ഹി വാസ് വെരി വീക്ക്, ഭയങ്കര ദുർബലനായിരുന്നു, ഒരു ആരോഗ്യക്കുറവൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. പുവർ ഫാമിലി ആയതുകൊണ്ടിട്ടായിരിക്കും, മേ ബി മദർ ആ സമയത്ത് ഫുഡൊക്കെ മര്യാദ കഴിക്കാത്തതുകൊണ്ടിട്ടായിരിക്കും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ എന്തായിരുന്നു, അപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടി ഇനി വളരില്ല, ഹി വിൽ നോട്ട് ഗ്രോ അപ്പ്. So parents decided that he can become a priest rather than to become a farmer. അച്ഛൻ ഫാമർ ആയതുകൊണ്ടിട്ട് തന്നെ അന്നൊക്കെ ഒരു കാലത്ത് അച്ഛൻ്റെ ജോലി പിന്തുടരുക, അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു, ഒരു ട്രെൻഡ് പോലെ. ഈ അച്ഛൻ ഇതാണെങ്കിൽ മോൻ ഇതാവും, അല്ലെങ്കിൽ അമ്മ ഇതാണെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ എല്ലാവരേക്കാൾ മികച്ചതാവാനാണ് നമ്മൾ നോക്കുന്നത്.
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് വാട്ട് യു ഫാദർ ഇസ് യു, ഇറ്റ് ഇസ് നോട്ട് നെസസറി അല്ലേ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുട്ടീനെ പ്രീ സ്റ്റഡി കൊണ്ടാക്കുന്നു. ദ ഓൾഡ് പ്രീസ്റ്റ് വാസ് വെരി ഹാപ്പി ടു ഗെറ്റ് ദിസ് സ്റ്റുഡൻറ് അല്ലേ, കാരണം ബിക്കോസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിച്ചിട്ടും ഭയങ്കര ക്ലെവറായിട്ട് നല്ലോണം ഉത്തരം പറഞ്ഞു, എടുത്തു, എല്ലാം ഹാപ്പി ആയിട്ട് പോവുമായിരുന്നു. പക്ഷേ ക്യാറ്റിനെ വരക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം പ്രീസ്റ്റും ബോയും തമ്മിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം പ്രീസ്റ്റ് പറയും വരക്കല്ലേന്ന്, ബോയ് അപ്പം വരക്കും. ബിക്കോസ് ഈ കുഡൻ സ്റ്റോപ്പ്, അതാണ് ഓദർ പറയുന്നത്. ഈ കുഡൻ സ്റ്റോപ്പ് മനഃപൂർവ്വം ചെയ്യണതല്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്, ദ അർജ് വാസ് വെരി മച്ച് ഡീപ്പ് അല്ലേ, ഭയങ്കര എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ത്വര ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് വാസ് ദർ അല്ലേ, അങ്ങനെയല്ല ഓദർ പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിരുന്നു. അപ്പോൾ പ്രീസ്റ്റ് ആവണ്ട, മേ ബി യു ബിക്കം ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. എന്നിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്നത് ബിഗ് ടെമ്പിളിലോട്ടാണ്. ബിഗ് ടെമ്പിളിലെ അക്ലേറ്റ് ആവാനാണ് പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തികേട് അല്ലേ, അവിടെ ആരും ഇല്ല, അവിടെ ഒരു ഗോബ്ലിൻ റാറ്റ് എല്ലാവരെയും പേടിപ്പിച്ചിട്ട് ടുക്ക് ദ പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. പക്ഷെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. കുട്ടി അവിടെ ഇരുന്നു റെസ്റ്റ് അടിക്കുന്നു. അത് കഴിയുമ്പോൾ പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉറക്കം വരുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോഴാണ് പ്രീസ്റ്റിന്റെ അഡ്വൈസ് ഓർക്കുന്നത്. അപ്പൊ തന്നെ എന്താ ചെയ്യുന്നത്, അപ്പൊ തന്നെ ഒരു ചെറിയൊരു ക്യാബിനറ്റ് കണ്ടുപിടിച്ച് അതിൽ കിടന്നുറങ്ങുന്നു. ഇൻ ബിറ്റ്വീൻ മിഡ് നൈറ്റ് അല്ലേ, എപ്പോഴൊക്കെയോ ട്രെമൻഡസ് സൗണ്ട് ഒക്കെ കേട്ട് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നോക്കാൻ പേടിയാണ്, രാത്രിയാണ്. രാവിലെ ആവുമ്പോൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ കാണുന്നത് ഗോബ്ലിൻ റാറ്റിന് കൊല്ലപ്പെട്ട് കിടന്നതാണ്. സൈസ് എന്താണ് പറയുന്നത്, കവിൻ്റെ അത്രയും അല്ലെങ്കിൽ കവിനേക്കാൾ വലുത് എന്നൊക്കെയാണ് ഓദർ വിശേഷിപ്പിക്കുന്നത്. അത് കഴിയുമ്പോൾ കാണുന്നത് ഞാൻ ബോയ് വരച്ച ക്യാറ്റ്സ് ആണ് റാറ്റിനെ കൊന്നേന്ന് മനസ്സിലാവും. അത് കഴിയുമ്പോൾ ബോയ് ഒരു പെയിന്ററാണ് അല്ലേ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സ്റ്റോറി മിസ് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആക്ടിവിറ്റീസ് ഒക്കെ മിസ് എക്സാം പോയിന്റിൽ നിന്ന് റെഫർ ചെയ്തിട്ട് എഴുതിയതാണ്. സോ അപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലായില്ലേ, കംപ്ലീറ്റ് എന്താണ് ചാപ്റ്ററും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചാപ്റ്ററും കഴിഞ്ഞു, ആക്ടിവിറ്റീസും കഴിഞ്ഞു. താങ്ക് യു ചിൽഡ്രൻ.